നമ്മൾ ചർച്ച ചെയ്യുന്നത് സാഹിത്യ വിമർശനവും നവമാധ്യമങ്ങളും എന്ന വിഷയമാണ്. ഇന്ന് ഈ സെഷനിലേക്ക് വരുന്നതിന് കുറച്ച് മുമ്പ് മലയാളത്തിലെ പ്രമുഖനായൊരു വിമർശകനോട് ഞാൻ ഈ വിഷയം ഒന്ന് സംസാരിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, നവമാധ്യമങ്ങളിൽ വിമർശനമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉണ്ട് എന്ന് പറഞ്ഞു. അതിനെയൊക്കെ വിമർശനം എന്ന് വിളിക്കാമെങ്കിൽ അങ്ങനെയും പറയാം എന്ന് കുറച്ച് മുമ്പ് അദ്ദേഹം പറയേണ്ടായി. എന്തായാലും ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വാമൊഴി, വരമൊഴി, ആ മൊഴി അല്ലെങ്കിൽ അച്ചടി മൊഴി, ഈ മൊഴി, നവമാധ്യമ മൊഴി, AI മൊഴി എന്നിങ്ങനെ ഭാഷയും എഴുത്തും ഒക്കെ ഇങ്ങനെ സാങ്കേതിക വിദ്യ അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ അച്ചടിക്ക് ശേഷം വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു സാങ്കേതിക വിദ്യ പരിണാമമാണ് എഴുത്തിനെയും വായനയും സംബന്ധിച്ച് നവമാധ്യമങ്ങളുടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയൊക്കെ കടന്നുവരവ് എന്ന് പറയാം. പ്രമേയത്തിൽ ഈ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഡിജിറ്റൽ നവമാധ്യമങ്ങൾ വന്നതിന് ശേഷം എഴുത്തിൻ്റെ പ്രമേയത്തിൽ ഒരുപാട് മാറ്റം വന്നു, അതിൻ്റെ രൂപഘടനയിൽ മാറ്റം വന്നു, ഭാഷയിൽ മാറ്റം വന്നു, അങ്ങനെ നിരവധി മാറ്റങ്ങളുണ്ടായി. വായനയുടെ രീതി മാറി. ആ വായനയിൽ നിന്ന് ഈ വായനയിലേക്ക് എന്നൊക്കെ ഉള്ള പുസ്തകങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ലോകം മുതൽ ഈ ലോകം വരെ, ഗുട്ടൻബർഗ് മുതൽ സക്കർബർഗ് വരെ എന്നൊക്കെയുള്ള രീതിയിൽ പലതരം കോയിനേജുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തായാലും ഇപ്പം ടെലിവിഷൻ വന്ന സമയത്ത് ഇവിടെയുള്ള പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ടെലിവിഷൻ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, വായന അതാ മരിക്കാൻ പോണു എന്ന് പറഞ്ഞു. പക്ഷേ ടെലിവിഷൻ വായനയെ സ്വാധീനിച്ചു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതേസമയം ഉണ്ടായ വേറൊരു മാറ്റം എന്താ, ടെലിവിഷനിൽ തന്നെ പുസ്തക ചർച്ചകളും പുസ്തക വായനയുമായി ബന്ധപ്പെട്ട് നിരൂപണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രോഗ്രാമുകൾ ധാരാളമായിട്ടുണ്ടായി. ഞാനൊരു പഴയ മാധ്യമ പ്രവർത്തകയായതുകൊണ്ട് ഞാൻ തന്നെ ഒരു 3 സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇവിടെ പങ്കെടുക്കാൻ പോകുന്ന മ്യൂസ് ടീച്ചർ അതിൽ അവതാരകയായിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ടെലിവിഷൻ സാഹിത്യ ചർച്ചാ പരിപാടികൾ ഒരു 15-ലധികം വരും എന്നാണ് ഏതാണ്ടൊരു കണക്ക് ടെലിവിഷനിൽ വന്നത്. അത് കഴിഞ്ഞ് ഡിജിറ്റൽ മാധ്യമങ്ങൾ വന്നു. ഡിജിറ്റൽ മാധ്യമങ്ങൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു, അത് വായനയെയും എഴുത്തിനെയും ഒക്കെ സ്വാധീനിച്ചു, വിമർശനത്തെയും സ്വാധീനിച്ചു. അപ്പോൾ വായനയിൽ, എഴുത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചത്? എഴുത്തിനുള്ള പുതിയ പ്ലാറ്റ്ഫോമുകളുണ്ടായി, എഴുതാനുള്ള പുതിയ ഇടങ്ങളുണ്ടായി. അതേപോലെ തന്നെ എഴുത്തിൻ്റെ രൂപമാതൃകകൾ മാറി, പുതിയ സങ്കര രൂപങ്ങൾ, ഹൈബ്രിഡ് ഫോംസ് ഉണ്ടായി. അതേപോലെ തന്നെ വായനയുടെ രീതി മാറി. ഇങ്ങനെ ധാരാളം മാറ്റങ്ങളുണ്ടായി. അതേപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബുക്ക് ട്യൂബ്, പുസ്തക ചർച്ചയ്ക്ക് വേണ്ടി മാത്രമുള്ള യൂട്യൂബിനെയാണ് ബുക്ക് ട്യൂബ് എന്ന് വിളിക്കുക. ബുക്ക് ടോക്ക്, പുസ്തകങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ടിക്ടോക്കാണ്. അതേപോലെ ബുക്ക്സ്റ്റഗ്രാം, പുസ്തക ചർച്ചയ്ക്ക് മാത്രമുള്ള ഇൻസ്റ്റഗ്രാം ഇടങ്ങളാണ്. ഇങ്ങനെ ധാരാളം പുസ്തക ചർച്ചകൾ ഈ നവമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ ഈ ചർച്ചകളൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ 2 തരത്തിൽ ഇതിനെ കാണണം. ഒന്ന്, മലയാളത്തിൽ എത്രത്തോളം ഉണ്ടായി എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. പക്ഷേ പ്രധാനമായിട്ട് മലയാളം വിട്ടിട്ടുള്ള മറ്റ് ലോകഭാഷകൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലൊക്കെ വളരെ ഗൗരവമായ ചർച്ചകൾ ഇത്തരത്തിലുള്ള ബുക്ക് ട്യൂബിലായാലും അതേപോലെ തന്നെയുള്ള ഓൺലൈൻ കമ്മ്യൂണിറ്റികളിലൊക്കെ ഉണ്ടായി. ഈ ഇവിടെ റാംമോഹൻ വാലിയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നവമാധ്യമങ്ങൾ സ്വന്തമായി വാൾ ഉള്ള എടുത്തവർക്കെല്ലാം വെളിച്ചപ്പെടാൻ അവസരം നൽകി. സ്വന്തമായി വാൾ എടുത്തവർക്കെല്ലാം വെളിച്ചപ്പെടാൻ അവസരം നൽകി നവമാധ്യമങ്ങൾ. എന്തൊക്കെ തരത്തിലാണ് നമ്മൾ വെളിച്ചപ്പെട്ടത്? നമ്മൾ സാഹിത്യകൃതികൾ, കഥയും കവിതയും അതുപോലെ തന്നെ ഈ കവിതയും പലതരത്തിലുള്ള ന്യൂ മീഡിയ, ട്രിക്ക് പോയിട്രി ഒക്കെ ആയിട്ട് നമ്മൾ സാഹിത്യങ്ങളായിട്ട് എഴുത്തുകളായിട്ട് വെളിച്ചപ്പെട്ടു. അതേപോലെ തന്നെ വിമർശനം ഉണ്ടായി, സാമൂഹ്യ രാഷ്ട്രീയ ചർച്ചകളുണ്ടായി, സെൽഫികളായി, അതേപോലെ തന്നെ തെറിവിളികളായിട്ടൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വെളിച്ചപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ. മലയാളികൾ തെറി വിളിക്കാനൊക്കെ വളരെ മിടുക്കരാണെന്ന് നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ തന്നെ മലയാളത്തിലെ എല്ലാ തെറി വാക്കുകളും പഠിച്ചത്
മുഴുവൻ പഠിച്ചോന്ന് എനിക്കറിയില്ല. ധാരാളം പഠിച്ചത് സോഷ്യൽ മീഡിയ നോക്കിയിട്ടാണ്. ഒരു ചെറിയ ഡിക്ഷണറിയൊക്കെ തയ്യാറാക്കാൻ മാത്രമൊക്കെ ഞാൻ പഠിച്ചു ഇത് നോക്കിയിട്ട്. പിന്നെ ഇതൊക്കെയാണ്. അതേപോലെ തന്നെ പാലിയത്തിൻ്റെ വാക്കുകൾ എടുത്ത ഫേസ്ബുക്ക് എന്നൊരു വാക്ക് ഉണ്ട്. ഫേസ്ബുക്ക്, മാംസബുക്ക്, സസ്യബുക്ക്, ഫേസ്ബുക്ക്. റീലുകൾ നിരന്തരം കാണുന്ന, അതിൻ്റെ ലോകത്ത് ജീവിക്കുന്ന റീലിജിയൻ തുടങ്ങിയ പദങ്ങളൊക്കെ കുറച്ച് തമാശ കലർത്തി നമ്മൾ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നു. ഇനി സാഹിത്യ വിമർശനത്തിലേക്ക് കടക്കാം. വിമർശനം എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയകളിൽ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ നടക്കുന്നത്? ഏറ്റവും പ്രാഥമികമായിട്ട് നമുക്കറിയാം, ലൈക്കുകളും കമൻറ്റുകളും ഷെയറുകളും, അല്ലേ? ലൈക്കുകളും കമൻറ്റുകളും ഷെയറുകളും എന്ന രീതിയിൽ ഇവിടെ അതിനെ നമുക്ക് വേണമെങ്കിൽ പുതിയ കാലത്തെ ഒരു വിമർശനമായി കണക്കാക്കാം, അല്ലെങ്കിൽ വായനക്കാരുടെ അഭിപ്രായമായി കണക്കാക്കാം. അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും അതൊരു അഭിപ്രായം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇപ്പം ഞാൻ തന്നെ മെമ്പറായിട്ടൊരു 3-4 വാട്സപ്പ് ഗ്രൂപ്പെങ്കിലും ഉണ്ട്, മറ്റൊന്നും ചർച്ച ചെയ്യാത്ത. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് അങ്ങനെ ഉണ്ടാവും. ഈ സാഹിത്യം വിട്ട് മറ്റൊന്നും ചർച്ച ചെയ്യാത്ത, എക്സ്ക്ലൂസീവ്ലി സാഹിത്യ വിമർശനത്തിനും പുസ്തക ചർച്ചകൾക്കുമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും അത്തരം പല ഗ്രൂപ്പുകളിൽ മെമ്പറായിരിക്കും. പിന്നെ അതേപോലെ തന്നെ യൂട്യൂബ് ചാനലുകൾ ധാരാളമായിട്ടുണ്ട്, മലയാളത്തിലുണ്ട്, ലോകത്ത് ഇഷ്ടം പോലെയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ ബുക്ക്സ്റ്റഗ്രാം, ബുക്ക് ട്യൂബ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ ചില ആപ്പുകളുണ്ട്, ഓൺലൈൻ കമ്മ്യൂണിറ്റികളുണ്ട്. ഈ പുസ്തക വിമർശനം ചർച്ച ചെയ്യുന്ന ഓൺലൈൻ കമ്മ്യൂണിറ്റികളുണ്ട്. അതേപോലെ തന്നെ ചില ആപ്പുകളുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ആപ്പുകൾ, ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ, പലതരം നവമാധ്യമ ഇടങ്ങളിലൊക്കെ തന്നെ ഇത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്നത്തെ ചർച്ച ഇവിടെ. അപ്പോൾ ആദ്യം മ്യൂസ് ടീച്ചറിൽ നിന്ന് ആരംഭിക്കാം. ടീച്ചർ വിമർശകയാണ്, ടീച്ചർ വിമർശനം എഴുതാറ് അച്ചടി മാധ്യമത്തിലാണ്, കവിയാണ്, സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെടുന്നുണ്ട്. അപ്പോൾ ടീച്ചറോട് എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, നവമാധ്യമങ്ങളിൽ വിമർശനം ഉണ്ടോ? ഈ ലൈക്കുകളെയും കമൻറ്റുകളെയും അഭിപ്രായം അവിടെ വരുന്ന ഷെയറുകളെയും ഒക്കെ വിമർശനമായി കണക്കാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിനെ വിമർശനം എന്ന് വിളിക്കാൻ പറ്റുമോ? ഇപ്പം നമസ്കാരം എല്ലാവർക്കും. സുനീത, ഡോക്ടർ സുനീത, ശ്രീ സുരേഷ്, പ്രിയ സുഹൃത്തുക്കളെ. സുനീത ചോദിച്ച ഒരു കാര്യം, അതിനെ വിമർശനമെന്ന് പറയാൻ പറ്റുമോ? സാഹിത്യം, എനിക്ക് ബേസിക്കലി അത് ലിറ്റററി ക്രിറ്റിസിസം ആയിരിക്കും. നിങ്ങൾക്ക് എന്നെ എത്ര അറിയാമെന്നറിയില്ല, ഞാൻ ഒരു പഴയ സ്കൂളുകാരിയാണ്. കാരണം ഈ ഇങ്ങനത്തെ ഈ ഫേസ്ബുക്കിലുള്ള ചില ഇപ്പോൾ റീഡേഴ്സ് സർക്കിളോ റീഡേഴ്സ് ക്ലബ് ഇങ്ങനെയൊക്കെ പറയുന്ന ചില ഗ്രൂപ്പിനകത്തുള്ള അഭിപ്രായങ്ങളൊക്കെ വായിക്കാറുണ്ട്. ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി എന്ന് പറയുന്ന ചില ഒരു തിയറി ആൻഡ് ക്രിറ്റിസിസം ആ പേജുകൾ നോക്കാറുണ്ട്. റീഡേഴ്സ് റൈറ്റ്, ബുക്ക് റൈറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിലെനിക്ക് അതിനകത്ത് ഈ ലിറ്റററി ക്രിറ്റിസിസം എന്നുള്ള ഒരു വാക്കാണ് ചോദിച്ചത്. അപ്പം നമ്മൾ പൊതുവേ ഇത് 2 തരത്തിൽ നടക്കാറുണ്ടോ? ഒന്ന് റിവ്യൂസാണ്, ബുക്ക് റിവ്യൂസ്. അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നതാണ്. എല്ലാ കാലത്തും എന്നല്ല, 1891 മുതലും മലയാളത്തിൽ അതിന് ഒരു പ്രചാരമുണ്ട്. കാരണം വിദ്യാവിനോദിനിയുടെ പത്രാധിപർ CP അച്യുതമേനോനാണ് ഈ പറഞ്ഞ ഒരു അന്നത്തെ രീതിയിൽ അത് വിമർശനം തന്നെ എന്ന് പറയാം. അത് മെയിൻലി അതിനകത്ത് പുസ്തകങ്ങളുടെ റിവ്യൂ ആണ് ചെയ്യുക. പക്ഷെ അതിനൊരു ആ റിവ്യൂവിനപ്പുറം അതൊരു കൃത്യമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് നേച്ചറുള്ളതായിരുന്നു. ചില പ്രത്യേക പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഈ പുസ്തകം നല്ലതാണ്, നല്ലതല്ല എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടം ഞാൻ വായിക്കുകയും വളരുകയൊക്കെ ചെയ്ത കാലഘട്ടം എൻ്റെ ക്യാമ്പസ് 80കളിലാണ്. ആ സമയത്ത് റിവ്യൂസ് വരുന്ന പേജസ് ഉണ്ട്. പത്രങ്ങളിൽ, സൺഡേസിലെ പത്രങ്ങളിൽ റിവ്യൂകൾ കൊടുക്കാറുണ്ടായിരുന്നു. അന്നത്തെ മാഗസിൻസിൽ റിവ്യൂ കൊടുക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ഇന്ത്യ ടുഡേ മലയാളമൊക്കെ തുടങ്ങിയ സമയത്ത് നിർബന്ധമായിട്ട് അവർ ഓരോ ലക്കത്തിലും 3 പേജോളം ഈ ബുക്ക് റിവ്യൂവിന് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ റിവ്യൂ ഇല്ലാൻ്റെ ഒരു സ്വഭാവമാണ് എനിക്ക് പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമിൽ കാണുന്ന
ഞാൻ വായിച്ചിട്ടുള്ള ഈ പറഞ്ഞ റീഡേഴ്സ് ഗ്രൂപ്പുകളിൽ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത. പക്ഷേ എല്ലാ കാലത്തും എന്നതുപോലെ ഇതിനകത്ത് ഒരു ലിറ്റററി തിയറി കൊണ്ടുണ്ടാകുന്ന ഒരു സൗന്ദര്യ ശിക്ഷണത്തിൽ നിന്ന് വരുന്ന ഒരു വിമർശനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അത് വേണ്ടാന്ന് പറയാനുള്ള ആളുമല്ല. കാരണം അത് വായനയ്ക്ക് പലപ്പോഴും ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. എല്ലാവരും പേപ്പറും പുസ്തകവും എടുത്ത് വെച്ചിട്ട് വായിക്കുന്ന ആളുകളാവണമെന്നില്ല. അപ്പോൾ അവരുടെ വായനയെ സംബന്ധിച്ച് അതിനൊരു പ്രചോദനം നൽകാൻ, അല്ലെങ്കിൽ അത് ചില പ്രത്യേക ദിശകളിലേക്ക് നയിക്കാൻ ഇത്തരം പുസ്തക അഭിപ്രായങ്ങളെന്നോ പുസ്തക നിരൂപണങ്ങളെന്നൊക്കെ പറയാവുന്ന പങ്ക്തികൾക്ക് സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഈ ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ആ ഒരു പേജ്, അല്ലെങ്കിൽ ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അത് തിയറിയും ഉപയോഗിക്കുന്നുണ്ട്, തിയറി പരിചയപ്പെടുത്തുന്നുണ്ട്, അതേസമയം തന്നെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ആ മലയാളത്തിലല്ലാത്ത, പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ വിദ്യാർത്ഥികളോ എൻ്റെ മക്കളോ ഒക്കെ ചില പുസ്തകത്തെ അറിയുന്നത് ഇൻസ്റ്റയിൽ വരുന്ന അതിനെക്കുറിച്ച് വരുന്ന ചില അഭിപ്രായങ്ങൾ, ഒരു നീണ്ട ഒരു അഭിപ്രായത്തിന് അപ്പുറം വളരെ അവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്യാച്ചിങ് ആയിട്ടുള്ള സെൻറ്റൻസസ് ഒക്കെയുള്ള പുസ്തകങ്ങളൊക്കെയുള്ള, പിന്നെ എഴുത്തുകാരുടെ പടങ്ങളോട്, ഫോട്ടോസിനോട്, വീഡിയോസിനോടൊക്കെ കൂടി പുസ്തകങ്ങൾ പ്രസൻറ്റ് ചെയ്യുക, ഇതൊക്കെ എനിക്ക് തോന്നുന്നു വായനയെ ലൈവാക്കുന്ന കാര്യമാണ്. പക്ഷേ സാഹിത്യ വിമർശനം എന്ന് നമ്മൾ വിശ്വസിച്ച് പോരുന്ന ഒരു എന്താണ്, അതൊരു പഠനവും കൂടെ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഒരു ബുക്ക് റിവ്യൂവിനപ്പുറം നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഉണ്ണികൃഷ്ണൻ ബി ഒക്കെ എഴുതുന്ന ചില കാര്യങ്ങൾ, അദ്ദേഹം പ്രിൻ്റ് മീഡിയയിൽ തന്നെയാണ് എഴുതുന്നത്, അതിന് കൃത്യമായിട്ടൊരു ഈ ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ സ്വഭാവമുണ്ട്. അതിനകത്തൊരു സിദ്ധാന്തം ഉണ്ടായിരിക്കും. അപ്പോൾ ആ സിദ്ധാന്തത്തിൻ്റെ പ്രയോഗങ്ങളുണ്ടായിരിക്കും. കൃതി നല്ലതോ ചീത്തയോ എന്നുള്ള ഒരു ജഡ്ജ്മെൻ്റൽ ഒരു ക്യാരക്ടറിലായിരിക്കില്ല. ആ കൃതിക്കകത്ത് ഇത്തരത്തിലുള്ള ചില അല്ലെങ്കിൽ റീഡ് ചെയ്യുന്ന ചില ടെക്സ്റ്റ് രൂപപ്പെടുത്തിയെടുക്കാവുന്ന കാര്യങ്ങളുണ്ട് എന്ന് വായനക്കാരിലേക്ക് എത്തുക. അതെനിക്ക് തോന്നുന്നു അത് പലപ്പോഴും ഒരു പരിമിതമായ വായനക്കാരെ, സമൂഹത്തെയാണ് അത് അഡ്രസ്സ് ചെയ്യുക. പക്ഷേ ഈ പറഞ്ഞ ഒരു യുദ്ധം പോലെയുള്ള ഒരു പുസ്തകം വന്നു, അല്ലെങ്കിൽ ഒരു മാതൃഭൂമിയിലൊരു, ഇപ്പം ഞാൻ തന്നെ എൻ്റെ തന്നെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, മാധവിക്കുട്ടിയെക്കുറിച്ച് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൊരു രക്തനദിക്കരയിൽ എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതി. അപ്പോൾ അത് അവരുടെ കവിതകളിലുള്ള ഈ പറഞ്ഞ പാരമ്പര്യത്തിൻ്റെ ഒരു നദി, അത് രക്തനദി ഉണ്ട് എന്ന് പറയുന്ന അവർ തന്നെയുള്ള സാധനങ്ങൾ വച്ചിട്ടുള്ള ഒത്തിരി ഫെമിനിസ്റ്റ് ആപ്ലിക്കേഷൻസൊക്കെയുള്ള ഒരു പഠനമായിരുന്നു. ഞാൻ അന്ന് ഈ റീഡേഴ്സ് ഇത് വായിക്കാറില്ല. എൻ്റെ ചില ഫ്രണ്ട്സ് ഇവിടെ വിളിച്ചു പറഞ്ഞു, തന്നെ അവിടെ അങ്ങനെ കൊല്ലുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് പറയുന്നത്, താനിത് വായിച്ചില്ലയോ എന്ന് ചോദിച്ചു. ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ കാര്യത്തിൽ അത്ര ഒരു അറിവുള്ള ആളും അല്ലായിരുന്നു. അവസാനം പിന്നെ ഞാൻ അത് കയറി നോക്കിയ ആളുകൾ ലിങ്കൊക്കെ അയച്ചു തന്നപ്പോഴാണ് ശരിയാണ്, നല്ല വിധത്തിൽ ഇങ്ങനെ ആ പറഞ്ഞ ടെക്സ്റ്റിനോട് മാധവിക്കുട്ടി എന്ന് പറയുന്ന ഒരു റൈറ്ററിനെ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഭയങ്കര നിശിതമായിട്ട് കൊല വിളിച്ച വേണ്ടാതിനൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടായി. അതുകൊണ്ട് എന്തു ചെയ്തു, ഇതൊന്നും ബന്ധമില്ലാത്ത കുറേ പേർക്കും ആ ലേഖനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ അവരതിനെ വായിക്കാൻ നോക്കുകയോ നോക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇത് വേണ്ട എന്നൊന്നുമല്ല. ഓരോ കാലഘട്ടത്തിൽ, അന്ന് ഒരു സമയത്ത് കേരളത്തിൽ പത്രമാസികകൾ തുടങ്ങുന്ന കാലഘട്ടത്തിൽ പത്രമാസികകളായിരുന്നു അതിൻ്റെ പ്ലാറ്റ്ഫോം. ഇന്ന് പൊതുവെ പ്രിൻ്റ് മാസികകൾ കുറേ അധികം ഉണ്ടെങ്കിലും ഈ തരത്തിലുള്ള പേജ് കൊടുക്കുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് വളരെ ഗൗരവമായിട്ടുള്ള ഒരു നിരൂപണം കൊടുക്കാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നത് മലയാളം വാരിയൊക്കെ ഒരു സമയത്ത് കൂടുതൽ സ്പേസ് കൊടുത്തിരുന്നു, ഇന്ത്യ ടുഡേ മലയാളം കൊടുത്തിരുന്നു, മാതൃഭൂമിക്ക് വായനയുടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അങ്ങനെ പത്രങ്ങളുടെ സൺഡേ പേജസിൽ ഇതുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി വാർത്തകളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഇൻഫോർടൈൻമെൻറ്റ് പോലെ, ഇൻഫർമേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് രീതി വരുമ്പം ലിറ്ററേച്ചറിനെ സംബന്ധിച്ചുള്ള പരമ്പരാഗതമായിട്ടുള്ള വായനാ രീതിയും സാഹിത്യ വിമർശനവും വളരെ വളരെ കുറഞ്ഞു വരികയും അത് തന്നെ ചിലപ്പോൾ ഇനി അപ്രസക്തമായി. ഈയിടെ ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത് ചോസറുടെ നാട്ടിൽ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു സബ്ജക്റ്റ് ഇല്ലാതാവുകയും അവിടെ ഇംഗ്ലീഷിൻ്റെ പ്രായോഗ ഇംഗ്ലീഷ് മാത്രം പ്രധാനപ്പെട്ടതായിട്ട് വരികയും ചെയ്യുന്നതിനെക്കുറിച്ച്
ഒരു സംസാരത്തിൽ ഇങ്ങനെ നമ്മളുടെ സുഹൃത്തുക്കൾ പറഞ്ഞു. പിന്നീട് അത് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ലിറ്ററേച്ചർ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു സാഹിത്യമാണോ സാഹിത്യം? 1000 പുസ്തകം വിറ്റ് പോകുന്നതാണോ? 1,00,000 പുസ്തകം വിറ്റ് പോകുന്നതാണോ വായനയുടെ ആധാരം? അതിലേക്ക് പ്രമോഷനായിട്ട് ഇത്തരത്തിൽപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വരുമ്പോൾ ലിറ്റററി ക്രിറ്റിസിസത്തെക്കുറിച്ചുള്ള പഴയ ആ മോഡ്, ആ രീതിശാസ്ത്രങ്ങളൊക്കെ ചിലപ്പോൾ അഴിച്ചു പണിയുന്നതായിരിക്കാം. എന്നെപ്പോലെ ഉള്ളൊരു പഴയ മട്ടുകാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കുറച്ചും കൂടി ഒരു ഡെപ്തിൽ ആ കൃതിയെ അനലൈസ് ചെയ്യുകയും അതിൻ്റെ ഡിസെക്ഷനൊക്കെ ചെയ്ത് അതിൻ്റെ ടെക്സ്റ്റുകളെ മനസ്സിലാക്കി രൂപപ്പെടുത്തുന്ന ഒരു പ്രോസസ്സായിട്ടാണ് കാണുക. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെയും കാലത്തിനനുസരിച്ചുള്ള വായന ആണ്. പക്ഷേ ഏതാണെങ്കിലും കുറഞ്ഞ പക്ഷം അത് ആളുകളെ വായിപ്പിക്കുകയോ പുസ്തകങ്ങളിലേക്കോ രചനകളിലേക്കോ കൂട്ടിക്കൊണ്ടുവരികയോ ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ അതിനെ മാനിക്കുന്നു. പക്ഷേ ഒരു അധ്യാപിക ആയിരുന്ന നിലയിൽ സുനിതയും ഒരു അധ്യാപിക ആയെന്ന് അറിയാവുന്നത് കൊണ്ട് സുനിത ചോദിച്ചത് ദാറ്റ് ടൈപ്പ്, അത്തരം ലിറ്റററി ക്രിറ്റിസിസം ആണെങ്കിൽ, സാഹിത്യ വിമർശനമാണെങ്കിൽ അതിനെക്കുറിച്ച് അതാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ടത് ദോഷമാണെന്നല്ല, അത് വേറൊരു രീതിയാണ്, വേറൊരു തരത്തിലുള്ള വായനാ സംസ്കാരത്തിൽ നിന്ന് വരുന്നത്. എന്താണെങ്കിലും വായിക്കുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. ഞങ്ങളുടെ ഒരു ചർച്ചയിൽ, പണ്ട് നടന്നൊരു ചർച്ചയിൽ, അടുത്ത കാലത്ത് നടന്നൊരു ചർച്ചയിൽ കുട്ടികൾ ചോദിച്ചത്, അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്? ഡിഗ്രി കുട്ടികളോടാണ് കേട്ടോ. അപ്പോൾ അവർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അടുത്ത കാലത്ത് പോപ്പുലറായ 1-2 എഴുത്തുകാരെ മാത്രമേ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ മറ്റെഴുത്തുകാരെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇവരെ മാതിരി നന്നായി എഴുതുന്ന മറ്റെഴുത്തുകാരെ ആരെങ്കിലും മിസ്സിനറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ എഴുത്തുകാർ മോശക്കാരോ മറ്റവർ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ സോഷ്യൽ മീഡിയയിലുള്ള പുസ്തക ചർച്ചകൾ, പുസ്തക അഭിപ്രായങ്ങളെ നമുക്കൊരു 3 തരത്തിൽ വർഗീകരിക്കാം. ഏറ്റവും ആദ്യം നടക്കുന്നത് പ്രൊമോഷനാണ്. എൻ മോഹനൻ്റെ കഥകൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ചർച്ചയായി വന്നപ്പോൾ ഇപ്പോൾ വൻതോതിൽ വിൽപ്പന കൂടി എന്നുള്ളത് കേരളത്തിൽ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടൊരു വിഷയമാണ്. ഇപ്പം ഞാൻ പലപ്പോഴും എൻ മോഹനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത കുട്ടികൾ ധാരാളമായിട്ട് എൻ മോഹനൻ്റെ കഥകൾ വായിക്കുന്നത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അതുപോലെ തന്നെ പല ബുക്ക് റിവ്യൂകളും ഇൻസ്റ്റഗ്രാമിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്കൊക്കെ എന്നെക്കാളും അറിയും, എന്നാലും മനോഹരമായ ബാക്ക്ഗ്രൗണ്ടിൽ ഗംഭീരമായിട്ട് ക്യാമറയൊക്കെ ചെയ്ത് ഇത് അതിൻ്റെ ചില ഭാഗങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട്, അപ്പം അത് കാണുന്ന ഒരാൾക്ക് അതിൻ്റെ വിഷ്വൽ കണ്ടൻറ്റിൻ്റെ അട്രാക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ അത് അവതരിപ്പിക്കുന്നതിൻ്റെ ഭംഗിയുണ്ട്. ഇത്യാദി കാര്യങ്ങളൊക്കെ ചേർന്നിട്ടാണ് പലപ്പോഴും ഈ പ്രൊമോഷൻ്റെ ഒരു സ്വാധീനം ഉണ്ടാവുന്നത്. അപ്പോൾ ഓൺലൈനിൽ നടക്കുന്ന പുസ്തക പ്രൊമോഷനുകൾ എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞ ഒരു കാര്യം അതാണ്. പക്ഷേ അങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന പുസ്തകങ്ങൾ മാത്രമാണ് മികച്ച പുസ്തകങ്ങളെന്നോ അല്ലെങ്കിൽ മികച്ച പുസ്തകങ്ങൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രൊമോഷൻ നടക്കുന്നത്. പക്ഷേ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു എന്നൊക്കെ പറഞ്ഞാൽ ആളുകളെ വായനയിലേക്ക് കൊണ്ടുവരുന്നു എന്ന രീതിയിൽ അതിനെ വളരെ പോസിറ്റീവായി കാണാം. ഉഷ്ണേന ശാന്തി എന്ന് പറഞ്ഞ പോലെ ഈ ഓൺലൈൻ മൊബൈൽ യൂസേഴ്സ് വായനയിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവരെ വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്, കുറച്ച് പുസ്തകങ്ങളാണെങ്കിൽ പോലും. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ്. കുറച്ചും കൂടി പ്രൊമോഷനല്ല പറയുന്നത്, കുറച്ചും കൂടി സീരിയസ് സ്വഭാവമുള്ള ചർച്ചകളാണ്. ആ ചർച്ചകൾ മ്യൂസ് ടീച്ചർ പറഞ്ഞ പോലെ ഒരു സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സാഹിത്യ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ ഈ പ്രത്യേക വ്യക്തിയുടെ മൊത്തം കൃതികളുടെ ഒരു കോണ്ടെക്സ്റ്റിലോ അല്ലെങ്കിൽ ലോകത്തിപ്പം നടക്കുന്ന സാഹിത്യ പ്രവണതകളുടെയൊക്കെ ഒരു വിശാലമായ പശ്ചാത്തലത്തിലോ ഒന്നും അല്ല ഇവ അധികവും ചർച്ച നടക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ആ കൃതിയുടെ ഉള്ളടക്കത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ബുക്ക് റിവ്യൂ സ്വഭാവത്തിലുള്ള ചർച്ചകൾ പലപ്പോഴും ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ സജീവമായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റ് ഇടങ്ങളിലൊക്കെ മലയാളത്തിൽ നടക്കുന്നുണ്ട് കേട്ടോ, മറ്റ് ഭാഷകളിൽ വേറെ കഥയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇംഗ്ലീഷിലൊക്കെ
കുറച്ചുകൂടി ഗൗരവമായിട്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ, അതിനുവേണ്ടി മാത്രം ഡെഡിക്കേറ്റഡായ ധാരാളം ഇടങ്ങൾ കാണാനുണ്ട്. ഓൺലൈൻ കമ്മ്യൂണിറ്റികളും ആപ്പുകളുണ്ട്. അതേപോലെ തന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഇടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുസ്തകത്തിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ സ്വഭാവത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ നടക്കുന്നതിൽ ഏറ്റവും കുറവ് നമ്മൾ വിമർശനം എന്ന് വിളിക്കുന്ന ആഴത്തിലുള്ള അപഗ്രഥനമാണ് താരതമ്യേന നടക്കുന്നതിൽ കുറവ് എന്ന് തന്നെയാണ് സാമാന്യമായിട്ട് അഭിപ്രായപ്പെടാനുള്ളത്. ടീച്ചറും അതേ അഭിപ്രായമാണ് പങ്കുവച്ചത്. ഇപ്പോൾ പുസ്തക പ്രൊമോഷനുകളുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് FBയിൽ പല ആൾക്കാരും അവർ വായിച്ച കൃതികളിൽ ഇഷ്ടപ്പെട്ട 2 വരികൾ മാത്രം നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നല്ല കാര്യം തന്നെയാണ്. കാരണം നമ്മൾ അതിലൂടെ ആ എഴുത്തുകാരനെയോ എഴുത്തുകാരിയൊക്കെ ഒന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ അത് വിമർശനം എന്ന് വിളിക്കാൻ പറ്റില്ല. എന്നാലും അത് ആ പുസ്തകങ്ങളിലേക്ക് ആളുകളെ പലപ്പോഴും നയിക്കുന്നുണ്ട്, ആ ഓതേഴ്സിനെ പരിചയപ്പെടാനൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ പ്രൊമോഷനുകളുണ്ട്, പുസ്തകാഭിപ്രായങ്ങളുണ്ട്, പിന്നെ അതേപോലെ തന്നെ ആഴമുള്ള നിരൂപണങ്ങൾ, ആഴവും അതേപോലെ തന്നെ ആ രീതിയിലുള്ള ഒരു സാഹിത്യ സിദ്ധാന്തത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള നിരൂപണങ്ങൾ വളരെ കുറവാണെന്ന് തന്നെയാണ് സാമാന്യമായി പറയാനുള്ളത്. ഇനി OP സുരേഷിനോടാണ്. കവി, പത്രപ്രവർത്തകൻ, നിരൂപകനൊക്കെ കവി, പത്രപ്രവർത്തകൻ, വിവർത്തകൻ ഒക്കെയാണ് സുരേഷ്. അപ്പോൾ എന്താ പറയുക, ഓൺലൈനിലെ കവിത എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ് എന്ന് പറയാം, ഒരു പ്രക്രിയയാണെന്ന് പറയാം. കാരണം അത് PP രാമേന്ദ്ര മാഷാണ് അങ്ങനെ പറഞ്ഞത്. ഓൺലൈനിലെ കവിത ഒരു പ്രക്രിയയാണ് എന്ന് അഭിപ്രായപ്പെട്ട PP രാമേന്ദ്ര മാഷാണ്. ഞാൻ മാഷിൻ്റെ അഭിപ്രായം വായിച്ചതിന് ശേഷം ഒരേ കവിത പല പ്ലാറ്റ്ഫോമിൽ വരണം ഞാൻ ശ്രദ്ധിച്ചു നോക്കി. ഇപ്പോൾ FBയിൽ എഴുതുമ്പോൾ താഴെ ചില കമൻ്റൊക്കെ വരും. അപ്പോൾ അതനുസരിച്ച് ചില മാറ്റം വരുത്തും. അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലേശം കൂടി ആ മാധ്യമത്തിനനുസരിച്ച് ചെറിയ മാറ്റം വരുത്തും. അത് അവസാനം പ്രിൻ്റിലെത്തുമ്പോൾ ചിലപ്പോൾ വീണ്ടും മാറും. അത് ബ്ലോഗിലെത്തുമ്പോൾ വേറൊരു രീതിയിലാവും. ഇപ്പോൾ ഒരേ കവിത തന്നെ ഈ അഭിപ്രായങ്ങൾ അനുസരിച്ചും പ്ലാറ്റ്ഫോം അനുസരിച്ചും ഇങ്ങനെ മാറി മാറി അത് എൻ്റെ ഒരു സ്ഥിര സ്വഭാവമില്ലാതെ ഒരു പ്രക്രിയ പോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നൊരു സ്വഭാവം ഓൺലൈനിൽ എഴുതുന്ന കവിതകൾക്കുണ്ട്. പക്ഷേ സുരേഷ് അടിസ്ഥാനപരമായിട്ടൊരു ഓഫ്ലൈൻ കവിയാണ് അല്ലേ, അച്ചടി മാധ്യമത്തിൽ എഴുതുന്നൊരു കവിയാണ്. എന്നാൽ സുരേഷ് സജീവമായിട്ട് ഓൺലൈനിൽ ഇടപെടാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ വായനക്കാരുടെ അഭിപ്രായങ്ങൾ തത്സമയമായിട്ട് ഉടനായിട്ട് ഓൺലൈനിൽ ലഭിക്കാറുണ്ടല്ലോ പലപ്പോഴും. അത് എന്തുമാത്രം ഉണ്ടെന്നാണ് സുരേഷിൻ്റെ കവി എന്ന രീതിയിൽ സ്വന്തം ഒരു അനുഭവം? 2, ഇത് എഴുത്തിനെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാറുണ്ടോ? സാഹിത്യ വിമർശനവും നവമാധ്യമങ്ങളും എന്നുള്ളൊരു വിഷയം വളരെ ഗൗരവപ്പെട്ട കണ്ടംപററിയായ ഒരു വിഷയമാണ്. അതിൻ്റെ മാധ്യമപരമായ പ്രാധാന്യം കൊണ്ടും സാഹിത്യ സംബന്ധിയായ പ്രാധാന്യം കൊണ്ടും. ആമുഖമായിട്ട് ഒരു 2 പ്രസ്താവനകൾ ഞാൻ വായിക്കാം. അതിലൊന്ന് റെയ്നൽ റിൽക്കെയുടെ യുവകവിക്കുള്ള കത്തുകൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം സാഹിത്യ വിമർശനത്തെപ്പറ്റി പറയുന്ന ഒരു കാര്യമാണ്. അതിങ്ങനെയാണ്: ആകാവുന്നത്ര കുറച്ച് വിമർശനങ്ങളെ വായിക്കാവൂ. അവ പലപ്പോഴും കല്ലുപോലുറച്ച നിർജീവമായ നിലനിൽപ്പുകൊണ്ട് അർത്ഥശൂന്യമായ വിഭാഗീയ വീക്ഷണങ്ങളാവും. അപാരമായ ഏകാന്തതയെക്കുറിച്ചുള്ളതാണ് കലാസൃഷ്ടികൾ. അവയെ സമീപിക്കുന്നതിൽ നിരൂപണം പോലെ ഉപയോഗശൂന്യമായ ഉപാധികൾ ഒന്നും തന്നെയില്ല. ഇത് ഇദ്ദേഹം എഴുതുന്നത് 1903 റിൽക്കെ ഈ സാധനം എഴുതുന്നത്. അതുപോലെ 1962 മാർഷൽ മക്ലൂഹൻ്റെ ഗുട്ടൻബർഗ് ഗാലക്സി എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഗുട്ടൻബർഗ് ഗാലക്സി അവസാനിക്കുന്നതോടെ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകം ആരംഭിക്കുന്നു എന്നാണ്. 62 അന്ന് WWW ഇല്ല, വെബ് നെറ്റ്വർക്കോ ഇൻ്റർനെറ്റോ ഒന്നുമില്ല. ആ പുസ്തകത്തിലാണ് അദ്ദേഹം ഗ്ലോബൽ വില്ലേജ് എന്ന പരാമർശം നടത്തുന്നത്. അതിൽ തന്നെയാണ് അദ്ദേഹം മീഡിയം ഈസ് ദി മെസ്സേജ് എന്നുള്ള ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ മക്ലൂഹൻ അന്ന് പറഞ്ഞ ആ ഒരു ലോകം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു.
ഗുട്ടൻബർഗ് ഗാലക്സി ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു, ഡിജിറ്റൽ യുഗം ആരംഭിച്ചിരിക്കുന്നു. ഡിജിറ്റൽ യുഗത്തെ സംബന്ധിച്ച് മനുഷ്യരൊരു വംശമാണെങ്കിൽ അതിൻ്റെ മനുഷ്യകുലത്തിൻ്റെ ഭാവനാമണ്ഡലത്തിൽ നടന്ന ചരിത്രപരമായ ഒരു വഴിത്തിരിവാണ് യഥാർത്ഥത്തിൽ ഡിജിറ്റൽ യുഗം എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. നമ്മുടെ എല്ലാ വിധത്തിലുള്ള ആക്ടിവിറ്റികളും, സാഹിത്യം മാത്രമല്ല, ദൈനംദിന വ്യവഹാരങ്ങളടക്കം മുഴുവൻ ദിനചര്യകളും നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. പണം വരിക എന്നുള്ളത്, ശമ്പളം വരിക എന്നുള്ളത് ഒരൊച്ച മാത്രമാണ് നമുക്കിന്ന്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് മാത്രമാണ്. നമുക്ക് പണ്ടത്തെ പോലെ പാസ്ബുക്കുകളില്ല. അങ്ങനെ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നതിൽ റിയൽ ലൈഫിനെ നിയന്ത്രിക്കുകയും അതൊരു റിയാലിറ്റിയായി മാറുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും, പെരുമാറിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ മുഴുവൻ മണ്ഡലങ്ങളിലും യാഥാർത്ഥ്യമായി, അനുഭവേദ്യമായി ഓരോരുത്തരും നിത്യേന എന്നോണം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ സാഹിത്യത്തിനോ സാഹിത്യ വിമർശനത്തിനോ മാത്രമായി ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി നിൽക്കാനാവില്ല എന്ന് മാത്രമല്ല, അതിൻ്റെയൊക്കെ ഭാവി എന്ന് പറയുന്നത്, മുന്നോട്ടുള്ള കുതിപ്പ് എന്ന് പറയുന്നത് ആ ഒരു മീഡിയത്തിലൂടെ ആണ് എന്നുള്ളതാണ് ആമുഖമായിട്ട് നമുക്കൊക്കെ ചിന്തിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ വേണം നമുക്ക് സാഹിത്യ വിമർശനവും നവമാധ്യമങ്ങളും എന്ന ആ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ. നമ്മുടെ ഈ ചർച്ചയിൽ ഇപ്പോൾ സുനീതയും മ്യൂസ് മേരി ടീച്ചറും ഒക്കെ ചർച്ച ചെയ്തത് പ്രധാനമായിട്ടും മലയാളത്തിലെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ചില പോർട്ടലുകളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന വിമർശനത്തിൻ്റെ ഉപരിപ്ലവതയെ സൂചിപ്പിക്കുന്ന ചില ആമുഖങ്ങളാണ് അവർ പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇത് മലയാളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ലോകവ്യാപകമായി എല്ലാ ഭാഷകളിലും എല്ലാ വിനിമയങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മറ്റെല്ലാറ്റിലും എന്നതുപോലെ യൂറോപ്യൻ ഭാഷകൾ, യൂറോപ്യൻ ചിന്തകർ ഇതിനെ വളരെ മുമ്പ് തന്നെ കണ്ടെത്തിയത് കൊണ്ടാവാം വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ആ രീതിയിൽ തന്നെ അതിനെ പരിഗണിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനു വേണ്ടി മാത്രമായിട്ടുള്ള, അപ്പം നമ്മുടെയൊക്കെ ഇപ്പോഴും നമുക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നുള്ളൊരു പ്ലാറ്റ്ഫോം മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലതും പ്രിൻറ്റിൻ്റെ ഡിജിറ്റൽ വേർഷൻസ് മാത്രമാണ് നമുക്കുള്ളത്. ഒരു പ്രത്യേക രീതി, ഇപ്പോൾ ഡിജിറ്റൽ ലോകത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത അതിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് അൽഗോരിതംസാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ്. എല്ലാം അൽഗോരിതംസ് പൊതുബോധത്തെ നിയന്ത്രിക്കുകയും നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കൂടിയാണ് നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത്, അത്തരമൊരു ജീവിതത്തിനകത്ത് രൂപപ്പെടുന്ന സവിശേഷമായ അനുഭവങ്ങളെ ആഖ്യാനം ചെയ്യുമ്പോൾ രൂപപ്പെടുന്ന പുതിയ ഭാഷ ഉണ്ട്, പുതിയ ക്രാഫ്റ്റ് ഉണ്ട്. ആ ക്രാഫ്റ്റിനെയും ഭാഷയേക്കും ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഡിജിറ്റൽ കണ്ടൻറ്റിന് അനുസൃതമായി, ഡിജിറ്റൽ അഭിരുചികൾക്ക് അനുസൃതമായി, ഡിജിറ്റൽ ഭാവുകത്വത്തെ അഭിമുഖീകരിക്കാൻ സന്നദ്ധതയും കെൽപ്പുമുള്ള ഒരു പ്ലാറ്റ്ഫോമിനാണ് നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അല്ലാതെ അത് ഒരു ഇലക്ട്രോണിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയി മാറില്ല എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഗതികൾ എന്ന് പറയുന്നത്, ഒന്ന് TIBAC.in എന്ന് പറയുന്ന ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു മലയാളം സംഗതി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിരൂപണം അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ലിറ്റററി ക്രിറ്റിസിസം ഒരു ഏരിയയാണ്. സൂഫിസം ഒരു പ്രധാന ഏരിയ ആയിട്ട് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഫിലോസഫി ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യും. ഞാൻ അന്വേഷിച്ചപ്പോൾ ഡൽഹി IITയിലുള്ള കുറേ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെയാണ് അതിൻ്റെ പിറകിൽ എന്നാണ് മനസ്സിലായത്. പിന്നെ ട്രൂ കോപ്പി തിങ്കാണ് മലയാളത്തിലുള്ള മറ്റൊരു പ്ലാറ്റ്ഫോം. അതും പൂർണ്ണമായ അർത്ഥത്തിൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുക എന്നുള്ളൊരു ഇൻക്ലൂസീവ് തിയറിയിലാണ് ട്രൂ കോപ്പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നുന്നത്. അതായത് പ്രിൻറ്റിൽ ശ്രദ്ധിക്കപ്പെടുന്നതിനെ മുഴുവൻ തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ അണിനിരത്തുക എന്നുള്ളൊരു സാധനം. അല്ലാണ്ട് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് വേണ്ടി ഉണ്ടാക്കുന്നതും അതിനകത്തുണ്ട്, അല്ലെങ്കിൽ അത്തരം ടെൻഡൻസികളെ അഡ്രസ്സ് ചെയ്യുന്നതും അതിനകത്ത് ഉണ്ടാകുമ്പോൾ തന്നെ അത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നുള്ള രൂപത്തിലല്ല, ഒന്നും കൈവിട്ടു പോകരുത് എന്നുള്ള രീതിയിൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാവുന്ന ഒരു ഓൾ ഇൻക്ലൂസീവ് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. WTP ലൈവ്
ആണ് മറ്റൊരു സംഗതി എന്ന് പറയുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. അമേരിക്കയിലൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നപ്പോൾ അത് ന്യൂ ഇൻക്വയറി എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ലിറ്റററി ക്രിറ്റിസിസം, ലിറ്ററേച്ചർ തുടങ്ങിയിട്ടുള്ള സയൻസ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യുന്ന സാധനങ്ങളുണ്ട്. ന്യൂ എൻക്വയറി, 3AM ജേണലുണ്ട്, 3AM മാഗസിൻ എന്ന് പറയുന്ന ഒരു മാഗസിൻ, ലിറ്റററി ഹബ്ബ് മറ്റൊരു മാഗസിനാണ്. ഇത്തരം മാഗസിനുകളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രിൻറ്റിൻ്റെ ഹാങ് ഓവറിൽ നിന്ന്, ഗുട്ടൻബർഗ് ഗാലക്സിയിൽ നിന്ന് ഇനിയും പുറത്ത് കടക്കാത്ത ഒരു ഭാവുകത്വവുമായിട്ടാണ് നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ, അതിലെ ഇൻ്ററാക്ഷനെ ഒക്കെ വിലയിരുത്താനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പരാധീനത. യഥാർത്ഥത്തിൽ മറ്റെല്ലാ ഇതുവരെ മനുഷ്യരുണ്ടായിട്ടുള്ള, എപ്പോഴും അങ്ങനെയാണ്, ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ നിന്നൊക്കെ ഒരു ബെറ്റർമെൻ്റാണ് ഒരു പുതിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അതുപോലെ ഡിജിറ്റൽ മീഡിയയും ഇതുവരെയുള്ള മീഡിയകൾക്ക് ഒന്നും സാധ്യമാകാത്ത ഒരു പുതിയ സാധ്യതയെ മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ഇൻ്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമാണ്. സാധാരണഗതിയിൽ ലിറ്റററി ക്രിറ്റിസിസത്തിൽ, എല്ലാ ക്രിറ്റിസിസത്തിലും അത് ഒരു വരേണ്യ വിഭാഗത്തിൻ്റെ, ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം കുത്തകയാകുമ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അത് എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുക എന്നുള്ളതാണ്. വലിയൊരു ജനാധിപത്യത്തിൻ്റെ ഇടമായിട്ട് ഇത് മാറുകയാണ്. ഒരു കഥ വായിച്ചാൽ, കവിത വായിച്ചാൽ പണ്ഡിതരുചിതമായ മറുപടികളോ പ്രതികരണങ്ങളോ മാത്രമേ പാടുള്ളൂ, അത് നിയമാനുസൃതം അതിൻ്റെ ചിട്ടവട്ടങ്ങൾ പാലിച്ച് നടത്തേണ്ടതാണ് തുടങ്ങിയ എല്ലാവിധ ധാരണകളും മാറ്റിവെച്ച് ഒരാൾക്ക്, ഒരു വായനക്കാരന്, വായനക്കാരിക്ക് തോന്നുന്ന കാര്യങ്ങൾ തോന്നുന്ന ഭാഷയിൽ തോന്നും വിധം അവതരിപ്പിക്കാനുള്ള അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം എന്നുള്ളത്, ആ സ്വാതന്ത്ര്യം ഇതിൽ വളരെ പ്രധാനമാണ്. ആ സ്വാതന്ത്ര്യം സാധ്യമാക്കുന്ന നിരവധി പുതിയ ചെറുപ്പക്കാർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു പരിമിതമായ ഈ അറിവ് എന്ന് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നത് മലയാളത്തിലും അത് അങ്ങനെ തന്നെയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് അത്തരം ഇടപെടലുകളുണ്ട്. ഇപ്പോൾ കുഴൂർ വിൽസൺ എന്ന ഒരു കവി ഈ ഡിജിറ്റൽ മീഡിയ മലയാളത്തിൽ ഇല്ലെങ്കിൽ, ബ്ലോഗുകൾ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മലയാളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അച്ചടി മലയാളമല്ല ആ ഒരു കവിയെ അവതരിപ്പിച്ചതും വളർത്തുകയും ചെയ്തിട്ടുള്ളത്. വിഷ്ണു പ്രസാദ് എന്ന കവി അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഡിജിറ്റൽ മീഡിയയിലാണ്, പ്രിൻ്റ് മീഡിയയിലല്ല അദ്ദേഹം വളർന്നിട്ടുള്ളത്. ഏറ്റവും ഇങ്ങേ തലത്തിൽ സുജീഷ് എന്ന് പറയുന്ന ഒരു കവിയും കാവ്യ നിരൂപകനുമൊക്കെ ആയിട്ടുള്ള ഒരാൾ വളർന്നു വന്നത് ബ്ലോഗിൽ എഴുതിയിട്ടും ഫേസ്ബുക്കിൽ എഴുതിയിട്ടും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ എഴുതിയിട്ടുമാണ്. അപ്പോൾ മലയാളത്തിലും തീർച്ചയായിട്ടും ഈ വിമർശനത്തിൻ്റെയും ക്രിയേറ്റിവിറ്റിയുടെയും ഒക്കെ വളരെ ഗുണപരമായ സാധ്യതയെ ഉപയോഗിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യാൻ മലയാളത്തിൻ്റെ ഡിജിറ്റൽ സ്പേസുകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അതോടൊപ്പം മറ്റെന്തിലും എന്നതുപോലെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ടെൻഡൻസികളും ഈ സംഗതിയിൽ വന്നിട്ടുണ്ട്. അതെല്ലാറ്റിലും വരാറുണ്ട്. ഇപ്പോൾ മറ്റതിൽ വരാറില്ലേ, നമ്മൾ യെല്ലോ ജേർണലിസം എന്ന് പറയുന്നത് പോലെ പ്രിൻ്റിൽ ഇത്തരം സാധനങ്ങൾ വരാറില്ലേ? ഇതിൽ കുറച്ചുകൂടിയും തീക്ഷ്ണമായിട്ട് അത്തരം സംഗതികൾ വരാറുണ്ട്. അതിലെ ഭാഷ തന്നെ അങ്ങനെയുണ്ട്. ഇപ്പോൾ ഈ ഫേസ്ബുക്കിലെയും മറ്റേലൊക്കെ ഇൻസ്റ്റയിലെയും ഒക്കെ ഭാഷ തന്നെ മറ്റൊരു മലയാളമാണ് അവർ ഉപയോഗിക്കുന്നത്. ആ മലയാളത്തിനെക്കുറിച്ച് നമ്മൾ വേറെ പഠിക്കേണ്ടതുണ്ട്. ഭാഷയിൽ ഇത് വന്നിട്ടുള്ള മാധ്യമം ഭാഷയിൽ ചെലുത്തുന്ന മാറ്റങ്ങൾ, മ്യൂട്ടേഷനുകൾ, ഭാഷയിൽ ഉണ്ടാക്കുന്ന സാങ്കേതികത, ഭാഷയിലുണ്ടാക്കുക മ്യൂട്ടേഷനുകളെ കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ വേറെ നടക്കേണ്ട ഒരു ഏരിയയാണ് തോന്നുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ആവുമ്പോഴും ഇത്തരത്തിലുള്ള കുറേ പോസിറ്റീവ് കാര്യങ്ങൾ അതിനകത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ചില ഇടപെടലുകൾ ഈ മീഡിയയെ സംബന്ധിച്ചുണ്ടാകണം എന്നുള്ള അഭിപ്രായമാണ്. അതിൽ പ്രധാനമായിട്ട് ഈ എഡിറ്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം, അത് സോഷ്യൽ മീഡിയയ്ക്കില്ല. അപ്പോൾ ഒരു എഡിറ്റർഷിപ്പ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ക്രിയേറ്റീവായി ഉപയോഗിക്കുവാൻ, ആ മീഡിയയെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ ആവശ്യമായ ക്രിയാത്മകമായ ഒരു എഡിറ്റർഷിപ്പോ കളക്റ്റീവ് എഡിറ്റർഷിപ്പോ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു സാധനമാണ്. പിന്നെ പുതിയ എഴുത്തുകാരുണ്ടായി വരുന്നു. കഥയാകട്ടെ, കവിതയാവട്ടെ, ഏതോ ആവട്ടെ, ആ പുതിയ എഴുത്തുകാർ ഉണ്ടായി വരുമ്പോൾ അവരെ ഡിജിറ്റൽ റൈറ്റിംഗ്, ഡിജിറ്റൽ റീഡിംഗ് തുടങ്ങിയ സംഗതികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു സംഗതി നമ്മൾ ബോധപൂർവം ചെയ്യേണ്ടതാണ് എന്നൊരു പക്ഷക്കാരനാണ് ഞാൻ. പക്ഷെ നമ്മളിപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സാഹിത്യം എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളാണ് എന്നുള്ള.
യഥാർത്ഥത്തിൽ സാഹിത്യത്തിൻ്റെ ഒരു ടൂള് മാത്രമാണ്, ഒരു പാത്രം മാത്രമാണ് പുസ്തകം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോഴും പുസ്തകങ്ങൾ, അച്ചടി പുസ്തകങ്ങൾ തന്നെയാണ് സാഹിത്യം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചടിക്കുന്നതിന് ഒരു ആധികാരികത ഉണ്ട് എന്നുള്ളത് വാസ്തവം. അത് നമ്മൾ ഗുട്ടൻബർഗ് ഗാലക്സി ഉണ്ടാക്കിയിട്ടുള്ളൊരു മിത്താണ്. അച്ചടിക്കപ്പെട്ടത് ശരിയാണ്, സത്യമാണ്, പിന്നെ അത് ചോദ്യം ചെയ്യാനാവില്ല. ആ മിത്തിൻ്റെ മുകളിൽ നിന്നിട്ടാണ് അയഥാർത്ഥത്തിൻ്റെ വിൽപ്പന, മുതലാളിത്തം അതിഗംഭീരമായിട്ട് നമ്മളെ നാട്ടിൽ നടത്തിയിട്ടുള്ളത്. വ്യാജങ്ങൾ അതിഗംഭീരമായിട്ട് സഞ്ചരിച്ചിട്ടുള്ളത് മുഴുവൻ ഈ ഒരു പ്രിൻ്റ് ഇൻഡസ്ട്രി നടത്തിയിട്ടുള്ള പ്രതിലോമപരമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ഡിജിറ്റൽ ഇൻഡസ്ട്രിയിലും ഇത്തരമൊരു പ്രശ്നമുണ്ട്. നമ്മളിതിനെ സത്യാനന്തര കാലം എന്ന് ക്ലിഷേ ഭാഷയിൽ പറയുമ്പോഴും ആ യാഥാർത്ഥ്യത്തെ നിർമ്മിച്ചെടുക്കുന്ന ഒരു മീഡിയ, ഒരു കാലത്ത് പ്രവർത്തിക്കുന്ന ഒരു മീഡിയ എന്നുള്ള നിലയ്ക്ക് പല യാഥാർത്ഥ്യങ്ങൾ നിർമ്മിക്കാനുള്ള സാധ്യത കൂടി അതിനകത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു ഏകപക്ഷീയതയുടെ അവസരം അത് ഇല്ലായ്മ ചെയ്യുന്നു, ബഹുസ്വരതയുടെ സാധ്യതകൾ അത് തുറന്നിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ എന്നെ സംബന്ധിച്ച് സ്വാഗതം ചെയ്യപ്പെടേണ്ട ബാലാരിഷ്ടതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ പിന്തുണ നൽകേണ്ട ക്രിയാത്മകമായ ഇടപെടലുകളും നിയമനിർമ്മാണങ്ങളും ആവശ്യമെങ്കിൽ ഉള്ള, അതുപോലെ തന്നെ ഇപ്പോൾ അവാർഡുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഡിജിറ്റൽ റേറ്റിങ്ങിനൊരു അവാർഡ് നമ്മുടെ ഇതിനകത്തുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഭാഷയിൽ. ഇപ്പോൾ എല്ലാ പുസ്തകങ്ങൾ ക്ഷണിക്കുകയാണ് ചെയ്യുക നമ്മൾ അവാർഡുകൾക്കൊക്കെ. എന്നാൽ ഡിജിറ്റൽ മീഡിയയിൽ മാത്രം എഴുതുന്ന അതിൻ്റെ ഈ ബുക്കുകൾക്ക് മാത്രമായിട്ടൊരു അവാർഡോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ ഒരു മേഖലയ്ക്ക് നമ്മൾ നൽകുന്നൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഒരു മീഡിയ ശക്തമാകുന്നത്. അപ്പോഴാണ് അതിനകത്ത് ആ മീഡിയയ്ക്ക് അനുസൃതമായിട്ടുള്ള ശക്തമായ എഴുത്തുകൾ വരുന്നത്. അങ്ങനെ എഴുത്തുകൾ വരുമ്പോഴാണ് അതിനെ പ്രതിയുള്ള വിമർശനങ്ങളും നിരൂപണങ്ങളുമൊക്കെ ഉണ്ടാവുക. അപ്പോൾ നിരൂപണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യം റിൽക്കെയുടെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു. ഞാനിപ്പോഴും ഒരു ജ്ഞാനപദ്ധതി എന്നുള്ള നിലയിൽ മലയാളത്തിലൊരു നിരൂപണ പദ്ധതി ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ പരിമിതമായിട്ടുള്ള ഒരു വായനയിൽ മലയാള നിരൂപണത്തിൻ്റെ ഇതിനകത്ത് മാരാര് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു നിരൂപണ പ്രതിഭ എന്നുള്ളത് കുട്ടിക്കൃഷ്ണ മാരാറാണ്. വളരെ ജെന്യൂനായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ, മലയാള പശ്ചാത്തലത്തിൽ കേരളീയമായ രീതികൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ രീതികൾ ഉപയോഗിച്ച് ഒരു ക്രിറ്റിസിസം നടത്തുകയും കണ്ടെത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഞാൻ മലയാളത്തിലെ അതിഗംഭീരന്മാരായിട്ടുള്ള ഗംഭീരകളായിട്ടുള്ള സിംഹങ്ങളെ ഒന്നും വിമർശിക്കുകയോ കുറച്ച് കാണിക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നുള്ളത്. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ എക്സിസ്റ്റൻഷ്യലിസം എന്നുള്ളൊരു തിയറി, ഫിലോസഫി യഥാർത്ഥത്തിൽ ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു തിയറിയാണ്. പോസ്റ്റ് മോഡേണിസം ലിറ്റററി ക്രിറ്റിസിസത്തിലൂടെ വരുന്ന ഒരു തിയറിയാണ്. ഫിലോസഫേഴ്സാണ് യഥാർത്ഥത്തിൽ ലിറ്റററി ക്രിട്ടിക്കുകളായിട്ട് കൂടി മാറുന്നത്. അപ്പോൾ ഈ ക്രിറ്റിസിസം എന്നുള്ളത് ഒരു കൃതിയുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഒരു കൃതിയെ അവലംബിച്ചോ കൃതികളെ അവലംബിച്ചോ അതിൻ്റെ ഉള്ളടക്കത്തെ അവലംബിച്ചോ അതിബൃഹത്തായ ആലോചനകളിലേക്കും അന്വേഷണങ്ങളിലേക്കും ശാസ്ത്രീയമായ നിഗമനങ്ങളിലേക്കും വേറെ ഒരുപാട് സബ്ജക്റ്റുകളിലേക്കും ഒക്കെ കടന്ന് കണ്ടെത്തുന്ന ഒരു ഉണ്മയെ, ഒരു പുതിയ കണ്ടെത്തലിനെ, ഒരു പുതിയ സത്യത്തെ അവതരിപ്പിക്കുകയും ആ സത്യത്തെ തിയറൈസ് ചെയ്യുകയും ചെയ്ത് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ പാരമ്പര്യം ഈ നിരൂപണത്തിനും വിമർശനത്തിനും ഒക്കെ ഉണ്ട്. അത്തരം ഒരു സാധ്യത മലയാളത്തിൽ വളരെ 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 ദുർബലമായിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് എൻ്റെ പരിമിതിയാകാം തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ ഇപ്പോൾ ഇതിൽ മാത്രം ഇത് ശക്തമായിട്ട് വരണമെന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. ഈ ഡിജിറ്റൽ മീഡിയയിൽ മാത്രം വിമർശനത്തിന് കുറേ പ്രശ്നങ്ങളുണ്ട്, ശക്തമായ വിമർശനങ്ങളില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്ന ഒരു കാര്യം പ്രിൻ്റ് മീഡിയയിൽ നടക്കുന്നത് പോലുള്ള വിമർശനം അതിനകത്ത് നടക്കുന്നില്ല എന്നാണ്. എന്താണ് ഇപ്പോൾ ഈ പ്രിൻ്റ് മീഡിയയിൽ നടക്കുന്ന വിമർശനം എന്ന് അതെടുത്ത് വായിച്ചു നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിൽ അങ്ങനെ വലിയൊരു സാധനമൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. വേറെ അവനവൻ്റെ സൗന്ദര്യബോധമനുസരിച്ച്, അവനവൻ്റെ വിവരവും വിദ്യാഭ്യാസവും അനുസരിച്ച്, ഇഷ്ടാനിഷ്ടങ്ങളനുസരിച്ച്, പക്ഷപാതങ്ങളനുസരിച്ച് ഒക്കെ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളല്ലാതെ ലഭ്യമായ വിവരങ്ങളും അനുബന്ധ വിവരങ്ങളുമെല്ലാം ചേർത്ത് നടത്തുന്ന ഈ എഴുത്തുകളല്ലാതെ
ആഴമേറിയ ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു ഭാഷയായിട്ട് മലയാളത്തിന് വികസിക്കാൻ സാധിച്ചിട്ടില്ല പ്രിൻ്റിൽ. അത് സാധിക്കാനുള്ള സാധ്യത ഡിജിറ്റലിലാണ് കൂടുതലുള്ളത് എന്ന് കരുതുന്ന ഒരാൾ കൂടിയാണ്. നവമാധ്യമങ്ങളിലെ വിമർശനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ OP സുരേഷിൻ്റെ അഭിപ്രായം, അദ്ദേഹം അങ്ങനെ നിരൂപക സിംഹങ്ങളെ ഒന്നും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞെങ്കിലും മലയാളത്തിലെ നല്ല നിരൂപണം ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇപ്പോൾ മലയാളത്തിൽ അച്ചടി മാധ്യമങ്ങളിൽ വരുന്ന നിരൂപണങ്ങൾ നിരൂപകൻ്റെ അല്ല നിരൂപകയുടെ പക്ഷപാതങ്ങളും സ്വാഭിപ്രായങ്ങളാണെന്നും പറഞ്ഞു. അപ്പോൾ സുരേഷ് അംഗീകരിക്കുന്ന നിരൂപകനായ കുട്ടിക്കൃഷ്ണ മാരാർ നിഷ്പക്ഷ നിരൂപണമൊന്നുമില്ല എന്നെഴുതിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു, സുരേഷ് അംഗീകരിക്കുന്ന ഏറ്റവും ബഹുമാനിക്കുന്ന നിരൂപകനായ കുട്ടിക്കൃഷ്ണ മാരാരുടെ ഒരു ലേഖനം തന്നെ നിഷ്പക്ഷ നിരൂപണം എന്നാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത് നിരൂപകൻ വിധികർത്താവല്ല, മറിച്ച് നിരൂപകൻ സ്വന്തം അഭിപ്രായങ്ങൾ, സ്വന്തം പക്ഷപാതങ്ങൾ അത് ഒരു വക്കീലിനെ പോലെ വാദിച്ച് സ്ഥാപിക്കുക വേണ്ട എന്നാണ് മാരാർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ചടി മാധ്യമത്തിൽ നല്ല നിരൂപണം അല്ലെങ്കിൽ ഡിജിറ്റൽ മാധ്യമത്തിൽ മാത്രമായി ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് പറയുന്നതിന് അതിൻ്റെ ഒരു യുക്തി ഉള്ളപ്പോഴും നിരൂപണത്തെക്കുറിച്ചുള്ള നിലപാട് തന്നെ ലോകത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം ആരും വിധികർത്താക്കളല്ല. രണ്ടാമത്, ഈ പറഞ്ഞ പോലെ വലിയ സാഹിത്യ സിദ്ധാന്തങ്ങളൊന്നും, നിരൂപണം നല്ലത് ഉണ്ടായിട്ടില്ല എന്നല്ല എനിക്ക് തോന്നുന്നത്, വലിയ സാഹിത്യ സിദ്ധാന്തങ്ങളൊന്നും മലയാളത്തിൽ അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല എന്നുള്ള വാദം നമുക്ക് അംഗീകരിക്കാം അല്ലേ ടീച്ചറെ? പിന്നെ എന്തായാലും രണ്ട് തരത്തിൽ ഈ വിഷയത്തെ കാണണം തോന്നുന്നു. ഒന്ന്, ലോകമെമ്പാടും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ നടക്കുന്ന സാഹിത്യ നിരൂപണത്തിൻ്റെ തലത്തിലേക്ക് നമ്മുടെ ചെറിയ മലയാളത്തിൽ നടക്കുന്ന സാഹിത്യ നിരൂപണങ്ങൾ വളർന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് എന്തു പറഞ്ഞാലും ശരി. പക്ഷെ അതേസമയം നമ്മുടെ സാഹിത്യം, സർഗാത്മക സാഹിത്യം ഈ പറയുന്ന ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ ലോകത്തിലെ ഏത് ഭാഷകളോടും കിടപിടിക്കാവുന്ന രീതിയിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇപ്പോൾ വിവർത്തനങ്ങളിലൂടെ ലോകം കൂടുതൽ അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ പുസ്തകങ്ങളൊക്കെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ വിവർത്തനങ്ങളായി വരുമ്പോൾ അത് വ്യാപകമായി വായിക്കപ്പെടുന്നു, അതിൻ്റെ ഒരുപാട് എഡിഷൻസ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതും അതിനെക്കുറിച്ച് പഠനങ്ങളൊക്കെ പലയിടത്തും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതും, ഒപ്പം നമ്മുടെ എഴുത്തുകാർ മലയാളത്തിൻ്റെ പരിധി വിട്ട് ലോക അനുഭവങ്ങളെ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതൊക്കെ വളരെ മികച്ച കാര്യം തന്നെയാണ്. സത്യത്തിൽ മലയാള നിരൂപണം സർഗാത്മക സാഹിത്യത്തിൻ്റെ പിന്നാലെ ഓടിക്കിതയ്ക്കുകയാണ്. എല്ലാ കാലത്തും കുറേയൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഓടിക്കിതയ്ക്കുകയാണ്, ഒപ്പം എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ പിന്നെ നവമാധ്യമങ്ങളിൽ മാത്രമായിട്ട് വലിയ നിരൂപണം ഉണ്ടായില്ല എന്ന് പറയുന്നതിനൊക്കെ ഉള്ള ചില പിന്നെ പൊരുത്തക്കേടുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ നവമാധ്യമങ്ങൾ എന്തൊക്കെ രീതിയിലാണ് ഭാഷയെ സ്വാധീനിച്ചത് എന്ന് സുരേഷ് ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു. അപ്പോൾ പുതിയ ധാരാളം സങ്കരപദങ്ങൾ നവമാധ്യമങ്ങൾ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയ്ക്കായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യം ഹൈബ്രിഡിറ്റിയാണ്. പോസ്റ്റ് മോഡേണിസമായി ബന്ധപ്പെട്ട് ധാരാളം സങ്കരപദങ്ങളും ഉണ്ടായി. ഒരു ഡിക്ഷണറി തന്നെ ഉണ്ടാക്കാൻ മാത്രം പുതിയ പദങ്ങൾ പലതും സങ്കരങ്ങളാണ് ഉണ്ടായി. അപ്പം അതിൽ ഒന്നാണ് ഈ ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ധാരാളം പദങ്ങളുണ്ടായി. ഇംഗ്ലീഷും മലയാളവും കൂട്ടിച്ചേർത്ത് പഴയ മണിപ്രവാളം പോലെ മണ്ടന്തി പന്ത നിബഹ പടിബന്ത ബെട്ടിയ എന്നൊക്കെ പറയുന്ന പോലത്തെ പുതിയ ധാരാളം പദങ്ങൾ ഉണ്ടായി. ഒപ്പം തന്നെ നമ്മുടെ സാഹിത്യ രൂപങ്ങൾ സങ്കരമായി മാറി. ഇപ്പം NM സുജീഷിൻ്റെ കവിത ഹൈപ്പർലിങ്ക് പൊയട്രി എന്നാണ് വിശേഷിപ്പിക്കുക. അദ്ദേഹം വിഷ്ണുപ്രസാദ് ഗെയിം പോലെ കളിക്കാവുന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഒരു തരത്തിൽ വായിക്കാം. വിഷ്ണുപ്രസാദിൻ്റെ ഒരു പ്രസിദ്ധമായ കവിത ഒരു ഒരു ഗെയിം പോലെയുള്ള ഒരു കവിതയായിരുന്നു. അപ്പം ഇങ്ങനത്തെയൊക്കെ പരീക്ഷണങ്ങൾ മലയാളത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ ലോകം ഈ മേഖലയിലൊക്കെ ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. ഹൈപ്പർലിങ്ക് പൊയട്രി ഉണ്ട്, ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള എഴുത്തുകളുണ്ട്, ഇൻറ്ററാക്റ്റീവ് ബുക്കുകളുണ്ട്, ഇൻറ്ററാക്റ്റീവും ഹൈപ്പർ ലിങ്കും ആയിട്ടുള്ള ഫിക്ഷനുണ്ട്. ഇങ്ങനെയൊക്കെ ലോകം മാറുമ്പോൾ നമ്മൾ ആ മേഖലയിലൊന്നും അത്ര അധികം വന്നിട്ടില്ലെങ്കിൽ പോലും നിരൂപണത്തെക്കാൾ വളരെ മുമ്പിൽ തന്നെയാണ് മലയാള സാഹിത്യം നിൽക്കുന്നത്. അത് ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും. പിന്നെ രാജശ്രീയുടെ എഴുത്ത്
ഫേസ്ബുക്കിൽ തുടങ്ങിയിട്ടാണ് ഇപ്പോൾ മലയാളത്തിലെ വലിയ സൂപ്പർ ഹിറ്റായി മാറിയത്. ഇന്നിവിടെ വന്നിട്ടില്ലാത്ത എച്ചുമ്മുക്കുട്ടിയുടെ എഴുത്തുകൾ ഈ ഓൺലൈനിൽ വന്നിട്ടാണ് അവരെ ആൾക്കാർ ശ്രദ്ധിച്ചത്. അങ്ങനെ ധാരാളം പി രാജഗോപാലൻ മാഷ് പിന്നെ എഫിയിൽ എഴുതിയ ഇത് സമാഹരിച്ച് പുസ്തകമായിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു, ഓൺലൈനിൽ സെൻസർഷിപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അശോകൻ ചെരുവിൽ മാഷിൻ്റെ എഴുത്തിൻ്റെ വലിയൊരു ആരാധികയാണ് ഞാൻ. പക്ഷെ അശോകൻ ചെരുവിൽ മാഷ്ക്ക് അദ്ദേഹത്തിൻ്റെ സാഹിത്യ അഭിപ്രായങ്ങൾക്ക് കേൾക്കുന്ന വിമർശനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. FBയിൽ എഴുതുന്ന അശോകൻ മാഷും സർഗാത്മക സാഹിത്യം എഴുതുന്ന FBയിൽ പൊതുകാര്യങ്ങൾ എഴുതുന്ന മാഷും രണ്ടാണ് എന്ന് കാണാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥിതി വെച്ചിട്ടല്ല നമ്മൾ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ആരാണെങ്കിലും, എത്ര വലിയ എഴുത്തുകാരനായാലും എത്ര വലിയ എഴുത്തുകാരിയായാലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിടുകയെ കൊല വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. തെറിവിളി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ശീലമാണ് സോഷ്യൽ മീഡിയയിൽ. മ്യൂസ് ടീച്ചർ, നമുക്കിനി ഒരു ചെറിയ ഒരു സെഷൻ ഇതോടുകൂടി ചർച്ചയുണ്ടോ? ചർച്ചയ്ക്ക് പ്രേക്ഷകർ കൈമാറണോ? വേണ്ട, ഓക്കെ. അപ്പം മ്യൂസ് ടീച്ചർ സുരേഷ് പറഞ്ഞ അഭിപ്രായത്തോട്, അതായത് മലയാളത്തിലെ നിരൂപണം വേണ്ടത്ര ശക്തമല്ല, അപ്പോൾ അതുകൊണ്ട് നിരൂപണ ശക്തമല്ലേ പിന്നെ ഓൺലൈനിൽ ശക്തമാവോ എന്നുള്ളതിനെക്കുറിച്ച് ടീച്ചർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നിരൂപണം ശക്തമാകുക എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. കാരണം നിരൂപണം അല്ലെങ്കിൽ സാഹിത്യ വിമർശനം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അതിന് ആധാരമായിരിക്കുന്ന വേറൊരു ക്രിയേറ്റീവ് വർക്കിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതായി തന്നെ നിൽക്കുന്ന ഒരു കാര്യമല്ലല്ലോ. തിയറി വരാം, തിയറി പോലും അത് ഗണിതശാസ്ത്രവുമായിട്ടും തത്വചിന്തയായിട്ടും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും സാഹിത്യ സിദ്ധാന്തങ്ങൾ ഉണ്ടാകുന്നത് തന്നെ. അതുകൊണ്ട് അല്ലെങ്കിൽ സാമൂഹ്യ അനുഭവങ്ങൾ, ഉൽപ്പാദന വിതരണ ബന്ധങ്ങൾ, ഇങ്ങനെ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് പലപ്പോഴും ഒരു തിയറി തന്നെ ഇവോൾവ് ചെയ്തു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സാഹിത്യ നിരൂപണം എന്ന് പറയുന്നത് ഇപ്പം അത് എനിക്കുന്നത് പോർട്ടലിൽ എഴുതുന്നതാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതാണെങ്കിലും യൂട്യൂബിൽ വീഡിയോസായിട്ട് വരുന്നതാണെങ്കിലും അത് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന വീഡിയോസ് ആണെങ്കിലും എല്ലാത്തിനകത്തും അത് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിനിമയാവാം, പുസ്തകമാകാം, ഈവൻ എക്സ്പീരിയൻസ് അനുഭവങ്ങളാവാം, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ആശ്രിത സ്വഭാവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതായി തന്നെ നിൽക്കാൻ പറ്റില്ല. പക്ഷേ വളരെ ഇപ്പം കുട്ടിക്കൃഷ്ണമാരാരെ പറഞ്ഞു, കുട്ടിക്കൃഷ്ണമാരാരെയും KP അപ്പനെയും ഇവൻ സച്ചി മാസ്റ്റർ തന്നെ 90s വന്നിരിക്കുന്ന പുസ്തകങ്ങൾ, എനിക്ക് തോന്നുന്നത് സീജ തോമസിൻ്റെ, എനിക്ക് മലയാളത്തിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള എഴുത്തുകാരെക്കാൾ എനിക്ക് ആരാധന ഞാൻ പഠിച്ചിരുന്ന സമയത്തും പിൽക്കാലത്തും ഉണ്ടായിരുന്ന ഒരു എഴുത്തുകാരൻ സീജ തോമസ് ആണ്. അദ്ദേഹത്തിൻ്റെ സെയിൻ സാത്താൻ എന്നൊക്കെ പറയുന്ന പുസ്തകം അല്ലെങ്കിൽ ആർട്ടിക്കിൾസൊക്കെ, ലേഖനങ്ങളൊക്കെ എനിക്ക് ആ കാലഘട്ടത്തെ അല്ലെങ്കിൽ പ്രേമത്തെയും കാമത്തെയും കുറിച്ചുള്ള എഴുത്തുകളൊക്കെ ഒരു കൾച്ചറൽ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു സാധനം, പക്ക സാഹിത്യം, സംസ്കാരം, വിമർശനം, ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്ന CJ എന്ന് പറയുന്നത്, ആ CJ ഒരു പവർഫുൾ, എനിക്കത് അദ്ദേഹം കരുത്തുള്ള ഒരു വിമർശകനായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഷയും എന്നാൽ അതിനകത്ത് ഒട്ടും ജാർഗൺസ് ഇല്ലാത്ത, വളരെ എല്ലാവർക്കും മനസ്സിലാകാവുന്നതും എന്നാൽ നല്ല ഉറപ്പുള്ളതുമായിട്ടുള്ള മനുഷ്യൻ്റെ പ്രേമത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്ന ഒരു നമ്മൾ വളരെ കാൽപ്പനിക ഉദാത്തമായിട്ട് അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. അത് നിർമ്മിച്ചെടുക്കുന്നതാണ്. അടിസ്ഥാനപരമായിട്ട് മനുഷ്യന് കാമമാണുള്ളത് എന്ന് പറയുന്ന, അതിന് സാഹിത്യകൃതികളെ അടിസ്ഥാനപ്പെടുത്തി പറയുന്ന, അല്ലെങ്കിൽ മെൽറ്റനെ പഠിക്കുമ്പോൾ അതിനകത്തെ സാത്താൻ കൊടുക്കുന്ന ഒരു പ്രാധാന്യം, ആ സാത്താൻ എന്ന് പറയുന്ന ഒരു വലിയ ബറ്റാലിയൻ്റെ ലീഡറായിരുന്നു എന്ന് പറയുന്ന, പിന്നീട് എനിക്ക് തോന്നുന്നു ദുര്യോധനനെക്കുറിച്ചുള്ള ഒരു ക്രിറ്റിസിസത്തിലാണ് പിൽക്കാലത്ത് ഞാൻ വായിച്ചത്. അതായത് ദുര്യോധനൻ
വളരെ പവർഫുള്ളായിരുന്നു, 100 പേരെ ലീഡ് ചെയ്ത ആളാണ് എന്ന് പറയുന്നത്. ആ സാധനം ആദ്യം നമുക്ക് അനുഭവപ്പെട്ടത് ഇത് രണ്ടാമത് പറഞ്ഞ KC സാറിൻ്റെ ഒരു ഇതിൽ ഞാൻ വായിച്ച കേട്ടോ. രണ്ടാമത് പറഞ്ഞ ആ സാത്താൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ശരിക്കും ക്രിറ്റിസിസത്തിനകത്ത് മിൽട്ടന് വന്ന വളരെ വ്യത്യാസമായിട്ടുള്ളൊരു റീഡിംഗ് ആണിത്. അതുപോലെ രാഷ്ട്രീയത്തെയും എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുന്ന ആദ്യത്തെ പുസ്തകം നിരൂപണം, പിന്നീട് ധിക്കാരിയുടെ കാതൽ എന്ന് പറയുന്ന പുസ്തകം, ടൈറ്റിൽസ് തന്നെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതിൻ്റെ അകവും അതിൻ്റെ ഭാഷയും ഒക്കെ സർഗാത്മകത കൊണ്ടും നിലപാട് കൊണ്ടും കരുത്ത് ഫീൽ ചെയ്ത പുസ്തകമാണ്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു മാരാരും ആ ലൈനിൽ പിന്നെ വരാതെ, കാരണം ഇവർക്ക് രണ്ടുപേർക്കുള്ളൊരു പ്രത്യേകത, ഇവർ ഈ കൃത്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു തത്വശാസ്ത്രത്തിനകത്ത് കടന്ന് സ്ട്രഗിൾ ചെയ്യാതെ അതിനെ ഉൾക്കൊണ്ട് ഇതിനെ ഉൾക്കൊണ്ട് അവരുടേതായിട്ടുള്ള ചില കൃത്യബോധ്യങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിച്ചതാണ്. പിന്നെ എനിക്ക് തോന്നുന്ന ഈ ഗെയിം എന്ന് പറയുന്ന ഒരു കാര്യം, ഗെയിമിംഗ് ആണ് സത്യം പറഞ്ഞാൽ ഓരോ വായനയും. അത് എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, പ്ലേഫുൾ പ്ലൂറലിസമാണ് ഓരോ കൃതിയും. സിസ്റ്റർ ജസ്മി ഉണ്ട് ലിറ്ററേച്ചർ പഠിപ്പിച്ചാണ്. സത്യം പറഞ്ഞാൽ എല്ലാ കൃതിയും ഒരു പ്ലേഫുൾ പ്ലൂറലിസമാണ്, ലീലാലോലുപമായ ബഹുത എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഓരോരുത്തരും ആ പ്ലേ ഗ്രൗണ്ടിൽ നമ്മളുടേതായിട്ടുള്ള ഗെയിമാണ് ചെയ്യുന്നത്. ഇപ്പം ആര് വായിച്ചാലും ഇതിപ്പം ഈ പ്രോഗ്രസീവ് പുരോഗമന സാഹിത്യ കാലഘട്ടത്തിലെ കൃതികളെ മുണ്ടശ്ശേരി വിലയിരുത്തുമ്പോഴും മാരാർ വിലയിരുത്തുമ്പോഴും ഇവർ രണ്ടുപേരും സൂചിപ്പിക്കുന്നത് ഒരു തരം ലീലാലോലുപമായ വായനയാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ കൃതിയും സൂചകങ്ങളും സൂചിതങ്ങളും കൊണ്ടുള്ള ഗെയിമാണ്. അത് പുതിയ കാലത്ത് എഴുതുമ്പോഴും പഴയ കാലം എത്രയോ വാക്കുകളുടെ ലോകത്തിൽ നിന്ന് ഒരു എഴുത്തുകാരൻ അല്ല എഴുത്തുകാരി കുറച്ച് വാക്കുകൾ പിടിച്ചെടുക്കുകയാണ്. പക്ഷെ അത് വായിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഇവർ പിടിച്ചെടുത്ത സാധനമൊന്നും ആയിരിക്കില്ല ആര് വായിച്ചാലും അവർ വായിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതാണ് ഈ എൻഡ്ലെസ് ആയിട്ടുള്ളൊരു ഗെയിമാണ്, അവസാനിക്കാത്ത ഒരു കളിയാണ്. ഇപ്പം ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ റൈമാണ്. പക്ഷേ എൻ്റെ അധ്യാപകൻ ഹാരിസ് സാർ ഒരിക്കൽ ഇതുപോലൊരു ഡിസ്കഷനിൽ അദ്ദേഹത്തോട് ഒരു പ്രൊഫസർ ചോദിച്ചു, ഇതൊന്ന് ഡീകൺസ്ട്രക്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു. അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, ആ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അത് ശരിക്കും ട്വിങ്കിൾ ഖന്ന, അന്ന് ട്വിങ്കിൾ ഖന്ന എന്ന് പറയുന്ന നടി വളർന്നു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് ട്വിങ്കിൾ ഖന്നയെക്കുറിച്ചുള്ള പാട്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിനകത്ത് ആ ടെക്സ്റ്റ് രൂപപ്പെടുത്താൻ വേണ്ടുന്ന എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ നമ്മളിപ്പം മാധവക്കുട്ടിയെ വായിക്കുന്നു, അല്ലെങ്കിൽ MTയെ വായിക്കുന്നു, അല്ലെങ്കിൽ സിനിമകൾ റീഡ് ചെയ്യുന്നു, ഇതിനകത്തെല്ലാം ഞാൻ പെറുക്കിയെടുക്കുന്നത് എനിക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളേ ഉള്ളൂ, കരുക്കളേ ഉള്ളൂ. അത് സുനീത പെറുക്കിയെടുക്കുമ്പം സുനീതയ്ക്ക് പറ്റിയ ടെക്സ്റ്റ് രൂപപ്പെടുത്താനുള്ളതാണ്. വേറൊരു വിദ്യാർത്ഥി എടുക്കുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് ഇഷ്ടപ്പെടുന്ന അനുഭവ പശ്ചാത്തലമോ വായനയോ സിനിമയേ ഉള്ളൂ. നമ്മളുടെ ഈ കാലഘട്ടത്തിലെ പിള്ളേർ കാണുന്നതിൽ ഒരുപാട് കാര്യം അവർ ലോക സിനിമകൾ കണ്ടു വളർന്നത്. ഏത് സിനിമ പഠിക്കുന്നവരൊന്നും ആണോന്നില്ല, അവർ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ അവർ സിനിമ ഡൗൺലോഡ് ചെയ്ത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വേറൊരു കാലഘട്ടത്തിൻ്റെ. അപ്പോൾ അവരുടെ ലാംഗ്വേജിനകത്തും ഒബ്സർവേഷൻ്റെ അകത്തും എല്ലാം ഈ ഇൻ്റർനാഷണൽ സിനിമയുടെ ഒരു വീക്ഷണമാണ് വരിക. അവർ കൃതിയെ വായിച്ചു കഴിയുമ്പോഴും അവർ ലോകാനുഭവങ്ങളെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ദിവസം ഞാൻ കാറിൽ പോവുക, അന്ന് മൂത്ത മോൻ 8ാം ക്ലാസ്സിൽ പഠിക്കുകയുള്ളൂ. അപ്പോൾ അവന് അപ്പോൾ എന്തൊരു സെക്സി റോഡാ അപ്പാ എന്ന് പറഞ്ഞു. സെക്സി റോഡാണ്. അപ്പം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞ് എന്താ പറഞ്ഞാൽ നല്ല നീണ്ടും മെനസ്സായിട്ടുള്ള ഒരു തൊട്ടും തടവും ഒന്നുമില്ല മനോഹരമായ റോഡ്. പക്ഷെ അയാൾ ഉപയോഗിച്ച പദം എന്തൊരു സെക്സി റോഡല്ലേ. അപ്പോൾ അവൻ്റെ ലോകത്തിൽ സെക്സി എന്ന് പറയുന്നത് ഈ 80കളിൽ പഠിച്ചിരുന്ന നമ്മളുണ്ടാക്കി വെച്ചാൽ സെക്സി ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വാക്കെന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുറ്റി കടന്ന് തിരിയുന്ന ഒരു കാര്യമൊന്നുമല്ല. വാക്കുകൾ ഇങ്ങനെ അതിൻ്റെ ഒരു അഴിച്ചുവിട്ട, ഇപ്പം നമുക്കറിയാം ഒരു കുറ്റിയിലൊരു കുട്ടിച്ചാത്തനെ കെട്ടിയിരിക്കുന്ന പഴയ ഒരു ഫെയറി ടെയിൽ അല്ലെങ്കിൽ ഒരു നാടൻ കഥ ഓർക്കുക. ആ കുട്ടിച്ചാത്തൻ്റെ പൂട്ടിയിട്ടിരിക്കുക, പക്ഷേ അയാളെ അഴിച്ചുവിടരുതെന്ന് പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്തു, ഒരു വല്യമ്മ കൊണ്ടുവന്ന് ആ കുട്ടിച്ചാത്തൻ്റെ കുറ്റിയെ കൊണ്ടുവന്ന് ഒരു പശുവിനെ കെട്ടിയിട്ടു. പശു ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞപ്പം അയാൾ അഴിഞ്ഞുപോയി. അപ്പോൾ അയാൾ ഉണ്ടാക്കുകയാണ് അവിടെ വിക്രിയകൾ. സത്യം പറഞ്ഞാൽ എല്ലാ എഴുത്തും ഇത് തന്നെയാണ്. ചിലത് നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരും, ചിലത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. ഈ അതിൻ്റെ സീമിയോട്ടിക്സ്, അതിൻ്റെ ഒരു ക്രമമുണ്ടല്ലോ. ഈ ചിഹ്നങ്ങളെ വെച്ചിട്ട് നമ്മൾ വായിക്കുക. ഞാൻ വായിക്കുമ്പം എൻ്റെ വായനാ ലോകത്തെന്നോ അല്ല ഭാവനയിൽ നോക്കിയായിരിക്കും ഞാനൊരു പാഠം രൂപപ്പെടുത്തിയെടുക്കുന്നത്. അതുകൊണ്ട് ഒരു കൃതിയും അവസാനിക്കുന്നില്ല, ഒരു ക്രിട്ടിക്കും ലാസ്റ്റ് വേർഡുമല്ല. ക്രിറ്റിക്സൊക്കെയും
അപ്പോൾ അതും മാരാർ തന്നെയാണ് പറഞ്ഞത്. ഓരോരുത്തരും അദ്ദേഹം എനിക്കൊന്ന് അനത്തോലെ ഫ്രാൻസിനെ മറ്റോ കൂട്ടുപിടിച്ചിട്ടാണ് പറയുന്നത്, ഓരോ വായനക്കാരും അവരവരുടെ ആ കൃതിയിലൂടെ അവർ നടത്തുന്ന വായനാ സഞ്ചാരത്തിൻ്റെ ഫലമാണ് കൃതി എന്ന്, ഈ നിഷ്പക്ഷത എന്നൊന്നില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് അതും ഒരു ഗെയിമാണ്. അതുകൊണ്ടാണ് രാമായണത്തിന് ഇത്രയധികം പാഠങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ സാറ ടീച്ചർ കാണുമ്പോൾ രാമായണം വേറൊരു രീതിയിലാണ്, അതൊരു ക്രിറ്റിസിസമാണ് റിയലി. അത് ലിറ്റററി ക്രിറ്റിസിസം, സാഹിത്യ വിമർശന ഗ്രന്ഥമല്ല. അവരുടെ സ്റ്റോറീസ് എന്ന് പറയുന്ന രാമായണം ബേസ് ചെയ്യുന്ന സ്റ്റോറി എല്ലാം ഒരു ക്രിറ്റിസിസമാണ്. അല്ലെ ഒരു നോവലിസ്റ്റ് എഴുതുമ്പോഴും ആ നോവലിനകത്ത് നാട്ടിൽ നടന്ന ഒരു സംഭവമോ ജീവിതമോ അവരുടെ ഭാവനയോ നിന്നിട്ട് അവർ നിർമ്മിക്കുന്ന ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അതൊരു വിമർശനത്തിൻ്റെ എലമെൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും പ്രിൻറ്റിലാണെങ്കിലും എഴുത്ത് വായന എന്ന് പറയുന്നത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ അതൊരു ഗെയിം തന്നെയാണ്. അതിനകത്തൊരു ഗെയിമിംഗ് ഉണ്ട്. അത് ഇടുന്നതും വാരിയെടുക്കുന്നതും രൂപപ്പെടുത്തുന്ന ടെക്സ്റ്റുകൾ തമ്മിൽ വ്യത്യാസമുള്ളൂ. അതാണ് അതിൻ്റെ ഗെയിമിൻ്റെ ഗുണവും. ഓരോരുത്തരും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വായനയും ഓരോ പാഠനിർമ്മിതിയാണ്. ഫ്രം വർക്ക് ടു ടെക്സ്റ്റ് എന്ന കൃതിയിൽ പറയുന്നുണ്ട്, ഓരോ വായനയും ഓരോ പാഠനിർമ്മിതിയാണ്, ഓരോ വിമർശന വായനയും ഓരോ പാഠനിർമ്മിതിയാണ്. അപ്പോൾ ഈ ഓരോ കൃതിയെ വെച്ച് വായനക്കാരും വിമർശകരും അവർ സ്വന്തം അഭിരുചിക്കും ഇഷ്ടത്തിനും അനുസരിച്ച് തയ്യാറാക്കുന്ന പാഠങ്ങൾ മാത്രമാണ് പിന്നെ വിമർശനങ്ങളും വായനകളും വ്യാഖ്യാനങ്ങളും എല്ലാം എന്നുള്ളതാണ്. ഒരു മിനിറ്റ് കൊണ്ട് സുരേഷ്, സമയം തീരാറായി. പിന്നെ മലയാളത്തിലെ നവമാധ്യമങ്ങളിൽ വന്ന നിരൂപണങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് പറയാനുണ്ടോ? അതായത് ഒരു മികച്ച മാതൃക എന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഏതെങ്കിലും പെട്ടെന്ന് പറയണേ. മലയാളത്തെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ചർച്ച, കാരണം കേരളത്തിൽ നടക്കുന്നത് കൊണ്ട്. പറയണ്ടേ, ഇത് ഒരു നിരൂപണമാണ് എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നവമാധ്യമത്തിൽ ഫേസ്ബുക്കിൽ പ്രശോഭ് കെ എന്ന് പറയുന്ന ഒരാൾ ഒളപ്പമണ്ണയുടെ കവിതകളെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ഒരു സാധനം ഞാനത് ഒന്ന് വായിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സമയം തരണേ, വായിച്ചു തീരുന്നത് എൻ്റെ ഇൻ്റർപ്രിറ്റേഷനല്ല. ഒളപ്പമണ്ണയുടെ കവിതകളുണ്ട്. ഒളപ്പമണ്ണ പുരോഗമന പക്ഷത്ത് നിലയുറപ്പിച്ച കവിയായിരുന്നു. അതിനെയൊക്കെ മാനിച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളുടെ അടിയൻ എന്ന് ഉള്ളിടത്തു നിന്ന് പൗരൻ എന്ന നിലയിലേക്ക് മലയാളിയല്ല മൊത്തം മനുഷ്യർ മാറിയ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള സമരങ്ങളുടെ, നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ഭാഗമായി നിൽക്കുകയും പിന്നീട് അതിന് നേരെ വിപരീതമായ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യത്തെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അദ്ദേഹം ഈ വിമർശനം സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുന്നത്. അത് ഇങ്ങനെയൊക്കെ ജീവിച്ച ഇദ്ദേഹം റബ്ബറിനെതിരെ കവിത എഴുതുന്നുണ്ട്. റബ്ബർ വന്നിട്ട് ഇവിടുത്തെ പരിസ്ഥിതിയാകെ നശിക്കാൻ പോവുകയാണ്, പന്നിക്കൂട്ടം ഇറങ്ങുകയാണ്, അതിനെ വെടിവെക്കാൻ വേണ്ടി ഞാൻ തോക്ക് വാങ്ങുന്നു തുടങ്ങിയ രീതിയിൽ കവിത എഴുതുന്നുണ്ട്. സൈലൻറ്റ് വാലി സമരകാലം വന്നപ്പോൾ സൈലൻറ്റ് വാലിയിലെ കാടാകെ നശിച്ചു പോവുകയാണ് തുടങ്ങിയ കവിതയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കവിയെ വിമർശിച്ചു കൊണ്ടാണ് ഇദ്ദേഹം എഴുതുന്നത്. പ്രശോഭ് സൈലൻറ്റ് വാലിയിൽ ഇനി വെട്ടാൻ കാടൊന്നുമില്ല, കുന്തിപ്പുഴയെ നീ മരിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിച്ച കവി 1957 മുതൽ മണ്ണാർക്കാട് കണ്ടമംഗലത്ത് താമസിച്ച് റബ്ബർ കൃഷി നടത്തിയിരുന്നു. കന്യാകുമാരിയിലും കാഞ്ഞിരപ്പള്ളിയിലും പോയി റബ്ബർ കൃഷി ശാസ്ത്രീയമായി പഠിച്ച വളരെ പ്രോഗ്രസീവായ കർഷകൻ കൂടിയായിരുന്നു അദ്ദേഹം. മനയുടെ വകയായി ഉണ്ടായിരുന്ന 400 ഏക്കർ കാട് വെട്ടിത്തെളിച്ച് ആദ്യഘട്ടത്തിൽ 500 തൈകൾ വെച്ചു. പിന്നീട് അത് മുഴുവനായി വ്യാപിപ്പിച്ചു. അക്കാലത്ത് മലയടിവാരത്ത് കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവ് കാഴ്ചയാണെന്നും തൊഴുത്തിൽ കെട്ടിയ പശുക്കളെ വരെ പുലി ഉപദ്രവിക്കാറുണ്ടെന്നും ആനയുടെ ചിഹ്നം വിളി കേട്ട് മകൾ ഉണർന്ന് കരയാറുണ്ടെന്നും കവിയുടെ ഭാര്യ ശ്രീദേവി അന്തർജനം തന്നെ പറയുന്നുണ്ട്. വൻകിട റബ്ബർ കർഷകനായി മാറിയ കവി പാലക്കാട് ജില്ലാ റബ്ബർ സഹകരണ വിപണന സംഘത്തിൻ്റെ പ്രസിഡൻറ്റും ആയിരുന്നു. റബ്ബർ കൃഷിയിലേക്ക് മാറിയ പശ്ചാത്തലത്തെക്കുറിച്ച് അദ്ദേഹം മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നു: സമൃദ്ധിയുടെ സ്രോതസ്സിൽ നിന്നുള്ള ഉറവ പെട്ടെന്ന് വറ്റിത്തുടങ്ങി.
കാലം മാറിത്തുടങ്ങിയെന്നു മനസ്സിലായി. മാറ്റങ്ങളുടെ നാഡീസ്പന്ദനം ഹൃദയതാളമാക്കി മാറ്റിയവരായിരുന്നു ഞങ്ങൾ. കന്യാകുമാരിയിലും കാഞ്ഞിരപ്പള്ളിയിലും 2 വർഷം താമസിച്ചാണ് റബ്ബർ കൃഷി പഠിച്ചത്. 7 വർഷം മണ്ണാർക്കാട് കാട്ടിൽ താമസിച്ച് 400 ഏക്കർ തോട്ടം വെച്ചു. കയ്യിലുള്ള ഡ്രൈലാൻഡ് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള അന്വേഷണമാണ് നടത്തിച്ചത്. ഇങ്ങനെ പോവുകയാണ് ഈ ഒരു ഒളപ്പമണ്ണയുടെ കവിതയെ പറ്റിയിട്ടുള്ള വിമർശനം. അദ്ദേഹം ഒളപ്പമണ്ണ എന്നുള്ള ആളുടെ ജീവിതത്തെ അംഗീകരിക്കുന്നു. അദ്ദേഹം പുരോഗമന പക്ഷത്ത് നിലയുറപ്പിച്ച് നടത്തിയ സമരങ്ങളെയൊക്കെ അദ്ദേഹം പുകഴ്ത്തുന്നു, അംഗീകരിക്കുന്നു. എന്നിട്ട് പ്രശോഭ് ചോദിക്കുന്ന ചോദ്യം, അങ്ങനെയുള്ള ഒളപ്പമണ്ണയ്ക്ക് കവിതയിലെത്തുമ്പോൾ ആ ജീവിതത്തിലൂടെ നേടിയെടുത്ത ഒരു നേട്ടം നിലനിർത്തുന്നതിന് പകരം, കവിതയിൽ അത് വ്യാപിപ്പിക്കുന്നതിന് പകരം, അതൊരു അനുഭൂതിയാക്കി മാറ്റുന്നതിന് പകരം അതിന് നേരെ വിപരീതമായ ചില സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു അന്വേഷണമാണ് അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം ഒരുപാട് കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പ്രശോഭ് കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഇതുപോലെ ഒളപ്പമണ്ണയെ, അതുപോലെ അക്കിത്തത്തെ, ഇവരുടെയൊക്കെ കവിതയെ, ഇടശ്ശേരിയുടെ കവിത നമ്മളിപ്പോൾ എപ്പോഴും കുറ്റിപ്പുറം പാലം പറയും. അപ്പോൾ കുറ്റിപ്പുറം പാലം മാത്രമല്ല ഇടശ്ശേരിയുടേത് വായിക്കേണ്ടത് എന്ന്, കുടം നിറയ്ക്കൂ എന്നുള്ള കുടം നിറയ്ക്കൂ കൂടെ വരൂ എന്ന ഇടശ്ശേരി കവിതയെ മുൻനിർത്തിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇവരൊക്കെ പുതിയ തലമുറയിലുള്ള ആളുകളാണ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആളുകൾ. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് പുതിയ ചെറുപ്പക്കാർ എങ്ങനെയാണ് പഴയ കവിതകളെ വായിക്കുന്നത്? പഴയ കവിതകളെ അവർ വായിച്ചിട്ട് അതിൻ്റെ ഗുണപരമായ അംശത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രതിലോമപരമായ അംശം, ഒരു കവി ഇൻ്റർവ്യൂ നടത്തുമ്പോൾ പറയുന്ന കാര്യം, അതായത് കവിതയിൽ അവതരിപ്പിക്കുന്ന പോസിറ്റീവായ കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് റദ്ദ് ചെയ്യേണ്ടി വരുന്ന ഒരു കാപട്യം നിലനിൽക്കുന്നു സാഹിത്യത്തിൻ്റെ ലോകത്ത്. അത് നിലനിൽക്കാനുള്ള കാരണം നിങ്ങളുടെ മൂല്യബോധം ഫ്യൂഡൽ മൂല്യബോധമാണ്. ആ മൂല്യബോധത്തെ ഉപേക്ഷിച്ച് പുതിയ മൂല്യബോധത്തെ സ്വീകരിച്ചെങ്കിലേ അതിൽ നിന്ന് മുക്തി ഉണ്ടാവൂ, പുതിയ ദർശനം രൂപപ്പെടുകയുള്ളൂ. നമുക്ക് എഴുത്തിലും ജീവിതത്തിലും ഒരേ ദർശനം പിൻപറ്റാനാവൂ എന്നൊരു സാധനമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ഈ മീഡിയയിൽ മാത്രം സാധ്യമാവുന്നൊരു സാധനമാണെന്നാണ് വിചാരിക്കുന്നത്. ഇത്തരമൊരു വിമർശനം മാതൃഭൂമി ആഴ്ചപ്പതിപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാമ്പ്രദായിക പ്രിൻ്റ് വാരികയോ പ്രസിദ്ധീകരിക്കാൻ പോകുന്നില്ല. എന്നാൽ ഇതൊരു വിമർശനമായിട്ട് വികസിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല. അത് ആ മീഡിയയിലുള്ള ഒരു പ്രതികരണം മാത്രമാണിപ്പോൾ അത്. പക്ഷെ അതിനെ വികസിപ്പിക്കാൻ, ഒരു വിമർശനമാക്കി, നിരൂപണമാക്കി, അതിനെ ഒരു സാഹിതീയമായ മൂല്യങ്ങൾ കൂടി ചേർത്ത് ഒരു പുതിയ വിമർശനധാരയാക്കി ഇത്തരം കണ്ടെത്തലുകളെ വികസിപ്പിക്കാനുള്ള അതിനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഇത്തരം ചർച്ചകളിലൂടെയും ഇത്തരം കാര്യങ്ങളിലൂടെയും ഉണ്ടാക്കേണ്ടത്. ഒരു പുതിയ മീഡിയത്തെ സ്ട്രെങ്തൻ ചെയ്യുകയും അതിൻ്റെ പരാധീനതകളെക്കുറിച്ച് പേർത്തും പറയാതെ അത് പരാധീനതകൾ പരിഹരിച്ച് വരാനിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ മീഡിയത്തെ പരിമിതികളില്ലാത്ത ഒരു സാധ്യതാ മീഡിയമായി ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങളെ പറ്റിയുള്ള ആലോചനകൾ രൂപപ്പെടണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ സുരേഷ് വട വായിച്ച ഉദാഹരണത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവും കൂടി ചേർത്തുകൊണ്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ കുറ്റമായിട്ട് പറയല്ല, സോഷ്യൽ മീഡിയ ഒരു പ്രത്യേകത എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്, ഒരാളുടെ ഇപ്പോൾ സാധാരണ നമ്മൾ പ്രിൻ്റിൽ കമ്പാരിസൺ ഇല്ലാതിരിക്കാൻ പറ്റില്ല. പ്രിൻ്റിൽ പലപ്പോഴും നമ്മളൊരു കൃതിയെ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ, പാഠകേന്ദ്രിതമായി അല്ലെങ്കിൽ കൃതിയെ കേന്ദ്രീകരിച്ച് വിമർശനം നടത്തുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പലയിടത്തും പറഞ്ഞ കാര്യങ്ങളും ആ വ്യക്തിയുടെ ജീവിതവും എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെ പറയാനും വിമർശിക്കാനുള്ള എല്ലാ അർഹതയുണ്ടെന്ന് മാത്രമല്ല, പുതിയ തലമുറ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുകൂടിയുണ്ട്. കാരണം നമ്മുടെ ജീവിതവും വാക്കുകളും പ്രവൃത്തിയും എഴുത്തും എല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുത്തിൽ വിപ്ലവകാരികളാവുകയും ജീവിതത്തിൽ പ്രതിവിപ്ലവകരാവുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അകത്ത് പൂന്താനം
പുറത്ത് ലെനിൻ ആയാൽ അത് സോഷ്യൽ മീഡിയയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള സംശയമൊന്നുമില്ല. ഒരു വ്യക്തിയെ പലപ്പോഴും സമഗ്രമായി കാണുന്നു. പക്ഷെ അത് പോസിറ്റീവ് ആവുമ്പോഴും ചില ഘട്ടത്തിലൊക്കെ അത് വളരെ കൂടി പോവാറുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കാരണം ഒരു വലിയ വ്യക്തി, ഇപ്പോൾ ഉദാഹരണങ്ങൾ ഇവിടെ പറയുന്നില്ല, പല വലിയ വ്യക്തികളും അവർ പറഞ്ഞ ഒരൊറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വല്ലാതെ ആക്രമിക്കപ്പെടുകയും ആ ഒരു പറഞ്ഞ അല്ലെങ്കിൽ ടങ് സ്ലിപ്പ് തെറ്റിപ്പോയതോ അല്ലെങ്കിൽ അവർ അറിഞ്ഞോ അറിയാതെയോ വെളിപ്പെട്ടു പോയ അവരുടെ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ അവർ അതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും റദ്ദായി പോകുന്ന മട്ടിൽ അവരെ ആക്രമിക്കുകയും ആൾക്കൂട്ടാക്രമണം നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. അപ്പോൾ ഇത് സുരേഷ് വായിച്ച ഉദാഹരണം വെച്ച് തന്നെ പറഞ്ഞാൽ, ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ചേർത്തുകൊണ്ട് സമഗ്രമായിട്ട് ജീവിതവും പറഞ്ഞ കാര്യങ്ങളും എഴുത്തും എല്ലാം ചേർത്തുകൊണ്ട് കാണുന്നൊരു കാഴ്ച പൊതുവേ ഉണ്ട്. അതിന് ഒരുപാട് ഗുണങ്ങളുള്ളപ്പോഴും അതിൻ്റെ പരിമിതി ഒരു ടങ് സ്ലിപ്പ് കൊണ്ട്, ഒരു വാക്കു പിഴച്ചാൽ അല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ട് അതുവരെ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ റദ്ദായി പോവും എന്ന മട്ടിലുള്ള നിലപാടുകളും ചിലപ്പോൾ വരാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ നമ്മൾ ഇനി വീണ്ടും മലയാളത്തിലേക്ക് തന്നെ വന്നാൽ, ഒരു കൃതി സോഷ്യൽ മീഡിയയിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിന് പലപ്പോഴും പലതരത്തിലുള്ള പല പ്ലാറ്റ്ഫോമുകളിൽ പല മട്ടിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രത്യേകത തത്സമയം, അതായത് ഉടൻ തന്നെയാണ് നമുക്ക് പ്രതികരണം കിട്ടുക എന്നുള്ളതാണ്. അത് പ്രിൻ്റിലാണെങ്കിൽ ചിലപ്പോൾ പ്രതികരണം കിട്ടിക്കൊള്ളും തന്നെയില്ല, പക്ഷേ ഓൺലൈനിൽ നമ്മൾ ഉടനടി തന്നെ പ്രതികരണം കിട്ടും, തത്സമയത്തും എന്നുള്ളതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ ഒന്ന്, എന്തും എഴുതാം, ആർക്കും എന്തും എഴുതാം. മാത്രമല്ല സ്വന്തം വ്യക്തിത്വം മറച്ചു വെച്ചുകൊണ്ടും അല്ലാതെയൊക്കെ എഴുതാൻ പറ്റും എന്നുള്ളത് കൊണ്ട് എന്ത് പറയാം എന്നുള്ളതിന് യാതൊരു പരിമിതിയില്ല എന്നുള്ളത് അതിൻ്റെ ഗുണവുമാണ് ദോഷവുമാണ് എന്നുള്ളതാണ്. ഇപ്പം സുരേഷിനെ എനിക്ക് കുറ്റം പറയണമെങ്കിൽ നേരിട്ട് എൻ്റെ ഐഡിയിൽ പറഞ്ഞാൽ ചിലപ്പോൾ സുഹൃത്തായതുകൊണ്ട് സുരേഷിന് ദേഷ്യം വരുമോ എന്ന് വിചാരിച്ച് വേണം എനിക്കൊരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി സുരേഷിനെ തെറി വിളിക്കാൻ പറ്റും, കുറ്റം പറയാൻ പറ്റും. പക്ഷേ എൻ്റെ ഐഡിയിൽ ചിലപ്പോൾ പറയുന്നതിന് എനിക്ക് പരിമിതി ഉണ്ടാവും. അപ്പം അങ്ങനെ നമുക്ക് കാട്ടൂർ കടവിൽ അങ്ങനെ 2 ക്യാരക്ടേഴ്സിനെ അശോകൻ ചെരുവിൽ മാഷ് കൊണ്ടുവരുന്നുണ്ട് കാട്ടൂർ കടവിൽ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഫേക്കായിട്ട് പ്രതികരിക്കാം, അതേപോലെ തന്നെ എന്തും പറയാം എന്നൊക്കെയുള്ള ഒരു വ്യത്യാസമുണ്ട്. അപ്പം ഇതിൻ്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും നമുക്ക് മനസ്സിലാക്കിയ കൂടുതലും മലയാള ഉദാഹരണങ്ങൾ വെച്ചെടുത്താൽ, ഒന്ന് അതിൻ്റെ വേഗത, പെട്ടെന്ന് തന്നെ ഉടനടി പ്രതികരണം കിട്ടും എന്നുള്ളതാണ്. 2 അതിൻ്റെ ലഭ്യത, നമുക്ക് പെട്ടെന്ന് തന്നെ പ്രതികരണം കിട്ടും. അത് നേരിട്ട് നമുക്ക് എഴുത്തുകാരന് അല്ലെ എഴുത്തുകാരിക്ക് അറിയാൻ പറ്റും. അവിടെ വെച്ച് തന്നെ ഉടൻ തന്നെ വേഗത്തിൽ നേരിട്ട് പ്രതികരണം അറിയാൻ പറ്റും എന്നുള്ള വലിയൊരു ഗുണം തന്നെയാണ്. മറ്റൊന്ന് ഇൻട്രാക്ടിവിറ്റി. നമുക്ക് പണ്ട് പൗലോ കൊയ്ലോ വായിച്ച കാലത്ത് ഞാനും എൻ്റെ സുഹൃത്തും കൂടി നെറ്റൊക്കെ അരിച്ചു പെറുക്കി തപ്പി പൗലോ കൊയ്ലോയ്ക്ക് ഒരു മെയിൽ അയച്ചു. എന്നിട്ട് എന്നും അത് മറുപടി വരുമോ നോക്കി ഇരിക്കുകയാണ്. അപ്പോൾ അന്ന് ഞങ്ങൾക്കറിയില്ല അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കും മറുപടി അയക്കുക എന്നുള്ളത്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോയി നോക്കിയിട്ട് അവിടെ പോയിട്ട് നേരിട്ട് ചോദിക്കാം. അങ്ങനെ പല ആൾക്കാരായിട്ടും നമ്മുടെ പിള്ളേരും പുതിയ തലമുറയൊക്കെ ഇങ്ങനെ നേരിട്ട് ഇടപെടാറുണ്ട്. പിന്നെ ഈ തരത്തിലൊക്കെയുള്ള കാര്യങ്ങളുള്ളപ്പോഴും വൈവിധ്യമുണ്ട്. ഇതിനെ ഈ ജനാധിപത്യവൽക്കരിച്ചു എന്നുള്ളതാണ് വിമർശന മേഖല. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പണ്ട് ആത്മകഥകൾ എഴുതുക എന്ന് പറയുന്നത് പ്രമുഖർ മാത്രമാണ്, വലിയ രാഷ്ട്രീയ നേതാക്കൾ, എഴുത്തുകാരൊക്കെയാണ്. ഇപ്പം എല്ലാവർക്കും ആത്മകഥ എഴുതാം, എല്ലാവരും ആത്മകഥ എഴുതി. മാത്രമല്ല അങ്ങനെ എഴുതിയപ്പോൾ എന്ത് സംഭവിച്ചു, അത്രയധികം അനുഭവങ്ങളെ വൈവിധ്യം നമുക്ക് ലഭിച്ചു. ഈ ആത്മകഥകളുടെ മറ്റൊരു ആത്മകഥാപരമായ കുറിപ്പുകളുടെ കൺഫെഷനിലായ, അതായത് സ്വന്തം അനുഭവങ്ങൾ എഴുതുന്നതിൻ്റെ വലിയൊരു ഇടമായി സോഷ്യൽ മീഡിയ മാറി എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിലൊക്കെ ഒരുപാട് ഗുണങ്ങൾ സോഷ്യൽ മീഡിയയ്ക്കുണ്ട്. ജനാധിപത്യവൽക്കരിച്ചു, എഡിറ്ററില്ല, ഒക്കെ ഉണ്ട്. എന്നാലും സോഷ്യൽ മീഡിയയുടെ നോക്കുമ്പോൾ ടീച്ചർക്ക് എന്താണ് അതിൻ്റെ ഒരു പരിമിതിയായിട്ട് കാണാൻ പറ്റുന്നത്, എന്താണ് അതിൻ്റെ ഗുണമായിട്ട് പറയാൻ പറ്റുന്നത്?
സോഷ്യൽ മീഡിയയ്ക്ക് തന്നെയല്ലേ പ്രിൻ്റ് മീഡിയയ്ക്കും പരിമിതിയില്ലേ. എനിക്കത് വലിയ ഇഷ്ടമാണ്. കാരണം ഇതൊക്കെ വായിക്കുക കാണുകയൊക്കെ ചെയ്യാമല്ലോ. കാരണം ആ ഒരു സാധാരണ സ്ത്രീയാണ്. ഈ പത്രാധിപന്മാരുമായിട്ടൊന്നും നമുക്ക് പരിചയമൊന്നുമില്ല. വല്ലപ്പോഴും വല്ല കവിതയോ ഒരു കഥയൊക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്ത് നിങ്ങൾ പബ്ലിഷ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. ഇതിപ്പം ഇഷ്ടംപോലെ സാധനങ്ങൾ വായിക്കാം. ആളുകൾ ചിലപ്പം നല്ലത് പറയും, ഞാൻ എഴുതുന്നതല്ല മറ്റുള്ളവർ എഴുതുന്ന വായിക്കാം. അത് അതിൻ്റെ തന്നെ അപ്പം തന്നെ റിയാക്ഷൻസ് ഉണ്ടാവും. ചില ചീത്തവിളിയെ കാണുമ്പോഴത്തേന് ഇതിന് ഇത്ര വേണോ എന്ന് എന്നിലുള്ള ഒരു സദാചാരവാദിയൊക്കെ ചിലപ്പം ഇങ്ങനെ എഴുന്നേറ്റ് വരാറൊക്കെ ഉണ്ട്. ബട്ട് അതൊക്കെ അതിൻ്റെ ഒരു സാധാരണ വഴിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആളുകൾ അത് വായിക്കുന്നുണ്ടല്ലോ, അത്ര അനുഭവങ്ങളുണ്ടല്ലോ. ഇത് ഇപ്പം എന്തേ ബാബു എബ്രാഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ എൻ്റെ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന് പറയുന്ന പുസ്തകം എത്ര പതിപ്പായി ഇപ്പം വന്നിരിക്കുന്നത്. അതെല്ലാം എന്താണ് ഓൺലൈനിൽ എഴുതിയതാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇത് പബ്ലിഷ് ചെയ്തു വരുന്നത്. എത്ര തീവ്രമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ മനുഷ്യർ പോകുന്നത്. ഈ പറയുന്ന ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഞാൻ എൻ്റെ ഭൂതകാലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പൊള്ളുന്ന അനുഭവങ്ങൾ എഴുതുവാണ് കൊള്ളാമെന്ന്. പക്ഷെ അത്ര എഴുതാനുള്ള ശക്തിയില്ല. പക്ഷേ മനുഷ്യൻ്റെ അനുഭവം മഹത് വ്യക്തികളെന്ന് നമ്മൾ പറയുന്നവരുടെ അനുഭവമൊന്നുമല്ല. സാധാരണ മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് അനുഭവമുണ്ട്. ഈ അനുഭവങ്ങളെ വളരെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പത്രാധിപരുടെ കൺസെഷൻ ഒന്നുമില്ലാതെ ലോകത്തിൻ്റെ മുന്നിലേക്ക് കൊടുക്കാനും അത് വായിക്കാനും മനുഷ്യർക്ക് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് സോഷ്യൽ മീഡിയയോട് താല്പര്യമുണ്ട്. കാരണം എൻ്റെ സമപ്രായക്കാരൊക്കെ ചോദിക്കാറുണ്ട്, നീ എന്തിനാണ് ഇത്ര സമയം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒത്തിരി സമയമൊന്നുമില്ല. പക്ഷേ ഞാൻ നോക്കുന്ന മിക്കവാറും വല്ല 11 മണിക്കോ 12 മണിക്കോ ആയിരിക്കും. അപ്പോൾ അന്നേരം ഞാൻ പറയും, നീ ആ സമയത്ത് വന്നതുകൊണ്ടല്ലേ അത് കാണാൻ പറ്റിയതെന്ന് ചോദിക്കുന്നു. പക്ഷേ അവർക്ക് എന്നെക്കുറിച്ച് ഒരു 11 മണി ആകുമ്പോൾ സോഷ്യൽ മീഡിയ തുറക്കാൻ പാടില്ലെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അതൊന്നുമില്ല. സോഷ്യൽ മീഡിയ വായിക്കുക. ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ചാനലില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തുള്ള സിനിമയും ലോകത്തിലുള്ള ഷോർട്ട് ഫിലിംസും സീരീസും ഒക്കെ എങ്ങനെയാണ് കാണാൻ സാധിക്കുക? ഇത് മുഴുവൻ കൂടെ വില കൊടുത്ത് വാങ്ങിച്ച് കാണാൻ എനിക്ക് സാധിക്കുമോ? പേയ്മെൻറ്റോടുകൂടി ചെയ്യാവുന്ന ചില സൈറ്റുകളുണ്ട്. നമുക്ക് ഈ പറഞ്ഞ വായനയ്ക്ക് തന്നെ എനിക്ക് എനിക്കത് ബുക്ക് റൈറ്റിനാന്ന് തോന്നുന്നു എല്ലാത്തിനും പൈസ കൊടുക്കണം. പൈസ കൊടുത്തിട്ട് ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ അതും ഇപ്പം അത്യാവശ്യം മിനിമം പൈസയ്ക്ക് അതും നമുക്ക് കയറി വായിക്കാവുന്നതാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയോട് ഒരു തരത്തിലുള്ള റെസിസ്റ്റൻസും ഉള്ള ആളല്ല. പിന്നെ ഈ മോശം കമൻസ് വായിക്കാം, വായിക്കണ്ട ആ പറയുന്നത് വെച്ചിട്ട് അതാണ് അൾട്ടിമേറ്റ് ശരി എന്നൊന്നും ഞാൻ ആരെക്കുറിച്ചും വിശ്വസിക്കുന്നില്ല, ഒരാളെക്കുറിച്ചും. അത് സത്യമാണ്. ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ചില മന്ത്രിമാരൊക്കെ ലോകത്തിലെ ഏറ്റവും മോശമെന്ന് ചോദിക്കും. അങ്ങനെയൊന്നും അല്ല. അത് ഒരു വളരെ പക്ഷപാതപരമായിട്ടുള്ള ചില സാധനങ്ങൾ ഈ എഴുത്തുകാരെക്കുറിച്ചും ഉണ്ടാവാം അങ്ങനെ. പിന്നെ പറഞ്ഞ ഒളപ്പമ്മനെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ആ കുട്ടിയെ പുതിയൊരു കാലത്ത് പുതിയൊരു പ്ലാറ്റ്ഫോമിൽ ഇത് എഴുതുന്നു. പക്ഷെ മുന്നേ തന്നെ ഒരു സാധനമാണ്. കോഴിയിറച്ചി ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന കവി കോഴിയെക്കുറിച്ച് കവിത എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കോലാഹലം ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ കോഴി കൊല്ലുന്നതിന് കുഴപ്പമില്ല. കോഴിയെക്കുറിച്ച് ഈ എഴുത്തും ഈ സംസാരവും അല്ലെങ്കിൽ ഇതൊക്കെ തമ്മിൽ കുറേയൊക്കെ സംഘർഷങ്ങളുണ്ടാകും. നമ്മൾ ജീവിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് നമ്മൾ എടുക്കുന്ന ചില ടെക്സ്റ്റൊക്കെ ഉണ്ട്. നമ്മളെല്ലാം ഒരു ടെക്സ്റ്റല്ല. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ ടെക്സ്റ്റാണോ ട്രെയിനിൽ കയറിയിരുന്നേനും നോ. അപ്പം നമ്മളുടെ ടെക്സ്റ്റ് എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ടെക്സ്റ്റ് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം വളരെ ക്രൂഡായിട്ടുള്ളൊരു എലമെൻ്റ് ഉണ്ട്. പക്ഷേ നമ്മളൊരു സോഷ്യൽ സ്പേസിലേക്ക് വന്നു കഴിയുമ്പം റിഫൈൻഡ് ആകും. ചിലപ്പോൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ പേര് സംസാരിക്കുമ്പം ചിലപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് വരും. പക്ഷേ ഈ റൈറ്റിങ്സ് പറഞ്ഞൊരു എഴുത്തെന്ന് പറയുന്ന ഒരു പ്രക്രിയ അടിസ്ഥാനപരമായി അപ്പോഴാണ് നമ്മളുടെ ഈ അവബോധം എല്ലാം കൂടെ ഡിസൈൻ ചെയ്ത ഒരു സാധനം ഉണ്ടായി വരിക എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഇത് ആത്യന്തിക വാക്കൊന്നുമല്ല. ഞാൻ അങ്ങനെ കണ്ടു വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും ഇപ്പം ഞാൻ പറയുന്നത് ഈ ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. വെർണിക്ക എന്ന് പറഞ്ഞ ലോഗോസ് ബുക്സ് ഇറക്കിയ ഒരു പുസ്തകം ഞാൻ വായിച്ചു. സത്യം പറഞ്ഞാൽ ആ പുസ്തകം കിട്ടാൻ ഒരു വഴി, ഞാൻ ലോഗോസ് ബുക്സിൻ്റെ ഷോപ്പിൽ പോകുന്ന ആളല്ല. പക്ഷെ ഒരാൾ എനിക്ക് അയച്ചു തന്നതുകൊണ്ടാണ് അത് വായിച്ചപ്പോൾ ഞാൻ ഓർത്ത് വശ്യവചസ് കേട്ടിട്ടില്ല. അതിൽ സിനിമയിലെങ്ങാണ്ട് ഇങ്ങനെ പേര് കേട്ടിട്ടുണ്ട്. പക്ഷെ ആ നോവൽ ശരിക്കും ഈ ചാവക്കാട് അവിടെ മുതൽ കൊച്ചി വരെയുള്ള തീരദേശ ബെൽറ്റിലുള്ള ദളിത് ആയിട്ടുള്ള അനുഭവങ്ങളുള്ള, അതേസമയം തന്നെ പലതരം മിക്സിങ് സംഭവിക്കുന്ന മനുഷ്യരുടെ തെരുവിൽ 24 മണിക്കൂറും ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയെ കേന്ദ്രീകരിച്ചിട്ട് എഴുതിയ ഒരു നോവലാണ്. ഈ നോവൽ പൊതുവെ സോഷ്യൽ മീഡിയയിൽ എനിക്കൊന്ന് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
ഇതിനകത്തെല്ലാം ക്യാമ്പയിനിങ് ഉണ്ട്. ഈ അപ്പോൾ ഒരു ഇല്ലേ ഫീൽ ചെയ്തിട്ടില്ലേ ക്യാമ്പയിനിങ്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ചില സാധനങ്ങൾ നിരന്തരം അങ്ങനെ ആളുകൾ റിവ്യൂ ചെയ്യും, എഴുതുമൊക്കെ ചെയ്യും. ചിലത് വളരെ സൈലൻ്റ് ആകും, ചിലതിനെക്കുറിച്ച് വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടായിരിക്കും എഴുതി വെക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രിൻ്റ് മീഡിയയിൽ കുറച്ചുകൂടി മിനിമം തോതിൽ, പരിമിതമായ തോതിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി വ്യാപകമായി വളരെ വിശാലമായ ഒരു സോഷ്യൽ സ്പേസിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും ഈ പരിമിതത്വത്തിലുണ്ടായിരുന്ന എല്ലാം തുറന്നു വരും. അത് പരിമിതിയാവണമെന്ന് എനിക്കറിയില്ല, അതതിൻ്റെ നേച്ചറാണ്, ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനെ അങ്ങനെ കാണുക. ഇന്നിപ്പോൾ ചീത്ത വിളിക്കുന്നവരായിരിക്കും നാളെ ചിലപ്പം വേറൊരു കൃതി വന്നു കഴിയുമ്പോൾ നല്ലതെന്ന് പറയുക. ശുദ്ധമായ, അതായത് എപ്പോഴും നല്ല വാക്കും നല്ല പ്രശംസയും മാത്രമൊന്നുമല്ല, ചീത്ത വാക്കുകളും നിരാകരണങ്ങളും നമ്മളെ പരിപൂർണമായിട്ട് തള്ളിക്കളയലും എല്ലാം ചേർന്ന ഒരു വിനിമയ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാം എടുത്ത് തലയിലോട്ടൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചീത്ത വിളിക്കുമ്പോൾ ചീത്ത വിളിക്കട്ടെ. ചീത്ത വിളിക്കുന്നതുകൊണ്ട് നമ്മളല്ലാതായി മാറുന്നില്ല. നമുക്ക് എഴുതാൻ പറ്റും നോക്കി എഴുതുക. ലോകത്തിലുള്ള എല്ലാം എഴുതാവുന്നൊന്നും നമുക്ക് നിശ്ചയിക്കാനൊന്നും പറ്റൂല. കുറേയൊക്കെ വായിക്കുക. അത് ഇപ്പോഴും സത്യത്തിൽ എനിക്ക് ഇങ്ങനെ ഇപ്പോൾ ഒരു ഫിക്ഷൻ വായിക്കണമെങ്കിൽ അത് സോഷ്യൽ മീഡിയ വായിക്കുന്നതിനേക്കാൾ എനിക്ക് പുസ്തകത്തിൽ വായിക്കാം. അത് 900 പേജുള്ള ആണെങ്കിൽ പോലും എനിക്ക് പുസ്തകമായിട്ട് വായിക്കുന്നതാണ് ഇഷ്ടം. നിലത്ത് വയ്ക്കാതെ ഇപ്പോഴും വായിക്കുകയും ചെയ്യുക. ഇഷ്ടം കയറിക്കഴിഞ്ഞ് പക്ഷേ ചെറിയ ചെറിയ സാധനങ്ങൾ, എനിക്ക് തോന്നുന്ന 1000 വാക്കൊക്കെ വരുന്നതൊക്കെ വരികയാണെങ്കിൽ എനിക്ക് ഈ സ്ക്രീനിൽ, മൊബൈൽ സ്ക്രീനിലോ ടാബിൻ്റെ സ്ക്രീൻ, ഈ 2 സ്ക്രീനാണ് ഉപയോഗിക്കുക. കാരണം എനിക്ക് ഈ ലാപ്ടോപ്പിലെ കമ്പ്യൂട്ടറിലോ വായിക്കുന്നതിനേക്കാൾ എനിക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എപ്പോഴും തോന്നുന്നത് ഈ ടാബും മൊബൈലുമാണ്. പക്ഷെ ആ സ്ക്രീനിൽ വായിക്കുന്നതിന് എനിക്കൊരു പരിമിതിയുണ്ട്. എനിക്ക് കിൻഡിൽ വായിക്കുമ്പോഴും എനിക്ക് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് എനിക്ക് വായിക്കുന്നുള്ള ഫീല് വരില്ല. പക്ഷേ അതുകൊണ്ട് എല്ലാവർക്കും അതായിരിക്കണം നമുക്ക് പറയാൻ പറ്റുമോ? പുതിയ ആളുകൾ വായിക്കുന്നുണ്ട്, വായിക്കട്ടെ. കാരണം ഈ ചെറിയ കുട്ടികൾ, സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, വലിയ വലിയ കാരണവന്മാരൊന്നും അറിയാത്ത ചില കവിതകൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു എൻ്റെ പ്രണയ കവിതാ സമാഹാരത്തിലെ പല കവിതയും കുട്ടികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വിദ്യാർത്ഥികളല്ല, ചെറുപ്പക്കാർ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിട്ടാണ് സത്യം പറഞ്ഞാൽ അത് ഇൻസ്റ്റയിൽ അവർ സ്റ്റാറ്റസ് ആക്കിയിട്ട്. കാരണം ഇത് വായിച്ചിട്ടുള്ള ധാരാളം ആളുകളുണ്ടായിരിക്കും. എൻ്റെ ജനറേഷനിലുള്ളവരുണ്ടാവാം, ഉണ്ടാകാതിരിക്കാം. ചിലപ്പോൾ അത് വേണ്ടെന്ന് മനഃപൂർവ്വം അവരുടെ അവരെത്ര വലിയ എന്നോട് വേറെ ചോദിച്ചിട്ടുണ്ട് ഒരാൾ വന്ന് വെച്ചാൽ, നിങ്ങൾ കാഞ്ഞിരപ്പള്ളി അതിന് ഈ റബ്ബറൊക്കെ അല്ലേ ഉള്ളൂ, വല്ല കവിത ഉണ്ടോ എന്ന് ചോദിച്ചു. വായിക്കാൻ മനസ്സുണ്ടോ വായിക്കുന്നില്ലെങ്കിൽ അയാൾ വന്നിട്ട് എന്തിനാണ് നമ്മളോട് ചോദിക്കുക അങ്ങനെ? കാരണം ഇതൊരു നമ്മൾ പറഞ്ഞില്ലേ, ചില മുൻവിധികളുണ്ട്, ചിലപ്പോൾ ചില ജഡ്ജ്മെൻ്റലാണ്. ഇതൊക്കെ ശരിയായിട്ട് അഭിമുഖീകരിച്ച ഒരാളാണ്. അതുകൊണ്ട് ഇപ്പം ഈ 60ാമത്തെ വയസ്സിൽ സോഷ്യൽ മീഡിയയിൽ ആളുകൾ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും എല്ലാവരും കുറേ പേർ അത് വായിക്കുന്നുണ്ടല്ലോ. ഇപ്പം എനിക്ക് തോന്നാൻ എൻ്റെ ഒരു ഫ്രണ്ട് അത് തന്നെ പറഞ്ഞത്, നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും അത്രയും പേര് കാണുന്നുണ്ട്. ലൈക്സ് മാത്രമുള്ളതൊന്നുമല്ല, അത്രയും വ്യൂവേഴ്സ് ഉണ്ട്, അത്രയും പേരിലേക്ക് അത് എത്തുന്നുണ്ട്. അത് പ്രധാനപ്പെട്ടതാണെന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു. എനിക്കും തോന്നുന്നു അങ്ങനെ കാണുന്നവർ കാണട്ടെ, എൻ്റെ ബൈബിളിൽ കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ, കാണാൻ കണ്ണുള്ളവർ കാണട്ടെ, നിരൂപണം ചെയ്യുന്നവർ ചെയ്യട്ടെ, ചീത്ത വിളിക്കുന്നവർ ചെയ്യട്ടെ. പക്ഷെ കുറച്ചുകൂടി ഇങ്ങനെ ഈ വിമൻ സെക്ഷൽ ഓർഗൻസ് വെച്ചിട്ടുള്ള ചീത്തയൊക്കെ വിളിക്കാതിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അത് കുറച്ചൊരു കേരളത്തിൻ്റെ ആളുകളുടെ ചിത്ത സംസ്കാരത്തെക്കുറിച്ചൊരു സാമൂഹ്യ പാഠം ചിലപ്പോൾ നല്ലത് രൂപപ്പെടാൻ കാരണമാകുമെന്ന് എനിക്ക് തോന്നുന്നത്. ബെന്യാമിൻ പണ്ട് ഒരു മാഗസിനിൽ എഴുതിയൊരു ചെറിയൊരു കഥയുണ്ട്. കഥയിൽ അനുഭവക്കുറിപ്പായിട്ട് അദ്ദേഹം എഴുതിയത്. അദ്ദേഹം ഒരു വിവാഹത്തിന് പോയപ്പോൾ കണ്ണിന് കാഴ്ച കുറവുള്ളൊരു മുത്തശ്ശി പറഞ്ഞു എന്താണ് എല്ലാ കുട്ടികളും ഇങ്ങനെ വെറ്റിലയിൽ 100 തേക്കുന്നത് എന്ന്. അപ്പോൾ സത്യത്തിൽ ഡിജിറ്റൽ വെറ്റിലയാണ്. മൊബൈലിൽ ഇങ്ങനെ ഡൂം സ്ക്രോളിങ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ആ മുത്തശ്ശിക്ക് കാഴ്ചക്കുറവുള്ളതുകൊണ്ട് അങ്ങനെ ചോദിച്ചത് എന്ന് അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു മനുഷ്യർ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ന്യൂ മീഡിയ ഒക്കെ തന്നെ ആളുകളെ പരസ്പരം ബന്ധിപ്പിക്കാനാണ്. കാരണം വല്ലാണ്ട് സാമൂഹ്യ ബന്ധങ്ങൾ കുറഞ്ഞു പോയൊരു ലോകക്രമത്തിൽ ഈ സോഷ്യൽ മീഡിയ എന്ന് തന്നെ അതിൻ്റെ ഉദ്ദേശം നെറ്റ്വർക്കിംഗ് ആണ്, ആളുകളെ പരസ്പരം ബന്ധിപ്പിക്കുകയാണ് ഉദ്ദേശം എന്നാണ്. ഇപ്പം സക്കർബർഗ് കൂട്ടുകാരെ ചേർത്തുണ്ടാക്കിയതാണ് ഫേസ്ബുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതുപോലെ തന്നെ ആളുകളെ പരസ്പരം കൂട്ടുകൂടാനും, പല സ്ഥലങ്ങൾ പല ദേശങ്ങളിൽ ഇരുന്നിട്ട് ആൾക്കാർക്ക് പരസ്പരം കൂട്ടുകൂടാനും അഭിപ്രായം പങ്കിടാനും ഒക്കെയുള്ള ഒരു ഉദ്ദേശമാണ് സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയത്. ഞാനും മ്യൂസ് ടീച്ചറും OP സുരേഷും ഒക്കെ അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളാണ്. ഏതോ തരത്തിൽ സക്കർബർഗിൻ്റെ തൊഴിലാളികളാണ് എന്ന് പറയാം. ശമ്പളം കിട്ടുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ വലിയൊരു വിഭാഗം അതുതന്നെ ആയിരിക്കും. പക്ഷേ പഠനങ്ങൾ പറയുന്നത് ഇങ്ങനെ സോഷ്യലൈസ് ചെയ്യാനും കൂട്ടുകൂടാനും ഒക്കെ വേണ്ടി ഉണ്ടാക്കിയ സാമൂഹ്യ മാധ്യമങ്ങൾ മനുഷ്യരുടെ ഏകാകിത കൂട്ടുകയാണ് ചെയ്തത് എന്നാണ്. ഏകാകിതയും ടെൻഷനും കൂട്ടുക ചെയ്തത് എന്നാണ്. നേരിട്ടുള്ള സൗഹൃദങ്ങൾ, ഇപ്പോൾ അഷ്ടമൂർത്തി മാഷും അശോകൻ ചെരുവിൽ മാഷൊക്കെ തമ്മിലുള്ളതുപോലെയുള്ള നേരിട്ടുള്ള സൗഹൃദങ്ങൾ ആളുകളുടെ സന്തോഷം കൂട്ടുമ്പോൾ ഓൺലൈനിലുള്ള ഈ നെറ്റ്വർക്കിംഗ് സന്തോഷം അത്ര കൂട്ടുന്നില്ല എന്നും മനുഷ്യരെ ഏകാകികളാക്കി മാറ്റുന്നു എന്നൊക്കെ പഠനങ്ങളുണ്ട്. അപ്പോൾ സുരേഷിനോടാണ്, കവിത ഏകാകിയുടെ എഴുത്താണ് ആത്യന്തികമായിട്ട്. എല്ലാ സാഹിത്യവും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് കവിത. ഈ സോഷ്യൽ മീഡിയയിലുള്ളവരും പൊതുവെ ഏകാകികളാണ്. ഒറ്റയ്ക്ക് മുറിയടച്ചിരിക്കുന്ന കുട്ടികൾ, അല്ലേ? മറ്റ് പരിസരങ്ങളൊന്നും ശ്രദ്ധിക്കാതെ എത്ര ആൾക്കൂട്ടത്തിലും തനിയെ ആയി പോകുന്ന, മറ്റ് തൊട്ടടുത്തിരിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കാതെ ഏതൊക്കെയോ നാടുകളിലെ ഏതൊക്കെയോ ആളുകളുടെ വിശേഷങ്ങൾ ശ്രദ്ധിക്കുന്ന, വിചിത്രമായ രീതിയിൽ ഏകാകിത അനുഭവിക്കുന്നവരാണ് ഈ നെറ്റിസൺസ് എന്ന് പറയാം. അപ്പോൾ എങ്ങനെ ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും? ഏകാകിയുടെ കവിത സോഷ്യൽ മീഡിയ വഴി വളരെ സങ്കീർണവും വിചിത്രവുമായ രീതിയിൽ ഏകാകികളായ മനുഷ്യർ, ഇതെങ്ങനെ പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റും? ഏകാഗ്രത അനുഭവിക്കുന്നതുണ്ട്, ഏകാന്തത ആഘോഷിക്കുന്നതുണ്ട്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഏകാന്തത സൃഷ്ടിക്കുന്ന കവികളും ഏകാന്തത സൃഷ്ടിക്കുന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകാന്തതയുടെ ആഘോഷമാണ് ഒരുപക്ഷെ വ്യത്യസ്തമായ ഒരു രീതിയിൽ സോഷ്യൽ മീഡിയ നിർവഹിക്കുന്നത്. അതൊരു മോശം കാര്യമൊന്നുമല്ല. എനിക്ക് ഈ ഒരു ചർച്ചയിൽ പിന്നെ തോന്നിയ ഒരു കാര്യം, ഒരു കുഴപ്പമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം വെച്ചാൽ, ഞങ്ങളിരിക്കുന്ന 3 പേരും തന്നെ പ്രിൻ്റ് കൾച്ചറിൻ്റെ ബാക്കിയായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഡിജിറ്റൽ മീഡിയയ്ക്ക് വേണ്ടി പറയുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു പുരോഗമന നാട്യമോ ഒരാധുനികത നാട്യമോ ആണ് യഥാർത്ഥത്തിൽ. ഞാൻ പ്രിൻ്റ് മീഡിയയുടെ ആളാണ്. ഞങ്ങളെല്ലാവരും പ്രിൻ്റ് മീഡിയയുടെ ഹാങ് ഓവർ ഉള്ള ഒരാളാണ്. പക്ഷേ ഡിജിറ്റലിൽ എഴുതി, ഡിജിറ്റലിൽ പരിശീലിച്ച് ആ മീഡിയയിൽ ഉയർന്നു വന്ന ധാരാളം കവികളും എഴുത്തുകാരുമുള്ള ഒരു ഭാഷയാണ് മലയാളം. അതിലുള്ള ഒരാളെ പോലും നമുക്കിവിടെ കണ്ടെത്തിയിരുത്താനായിട്ടില്ല എന്നുള്ളത് ഈ സെഷൻ്റെ ഒരു പരാധീനതയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഒരു കൃതികളെ പറ്റിയിട്ടുള്ള, ഇപ്പോൾ VV ഷാജു എന്ന ഒരു കവി, അദ്ദേഹം ഡിജിറ്റലിൽ മാത്രം എഴുതി വന്നിട്ടുള്ള ആളാണ്. പിന്നീട് പ്രിൻ്റ് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇറക്കിയിട്ടുണ്ട് പ്രിൻ്റിൽ. പക്ഷേ അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സുജീഷ്, മറ്റു ഒരുപാട് കവികളുണ്ട്. ഇവരുടെ കവിതകളെക്കുറിച്ചുള്ള പഠനങ്ങളോ നിരൂപണങ്ങളോ ഒന്നും തന്നെ നമ്മുടെ ഭാഷയിലെ വിഖ്യാതരായ നിരൂപകരാരും നടത്തിയിട്ടില്ല. നമ്മുടെ നിരൂപകർ ഇപ്പോഴും, ഞാൻ നിരൂപണത്തിന് തന്നെയാണ് ടീച്ചറെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ജയിച്ച കേസുകൾ വീണ്ടും വീണ്ടും വാദിക്കുന്ന വക്കീലന്മാർ, എന്നാൽ ഒരു പുതിയ പ്രൂഫ് വരെ കയ്യിലില്ല. അതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ കേസെടുത്ത് വാദിക്കാനുള്ള ആർജവം ഈ നിരൂപകർ കാണിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് പക്ഷേ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പുതിയ മീഡിയയിൽ അത് സാധ്യമാവില്ല. അതാണ് അതിൻ്റെ പോസിറ്റീവ് സൈഡായിട്ട് ഞാൻ അവിടെ പുതിയ കേസ് നിങ്ങൾക്ക് എടുത്തേ മതിയാവൂ. പുതിയ തെളിവുകൾ നിരത്തി നിങ്ങൾ അതിനെ വാദിച്ചേ മതിയാവൂ. ചിലപ്പോൾ തോറ്റുപോയേക്കാം, ജയിച്ചു പോയേക്കാം. അതല്ല പ്രധാനം. ആ വാദമാണ്, നിങ്ങൾ ഹാജരാക്കുന്ന തെളിവുകളാണ്, നിങ്ങൾ എടുക്കുന്ന കേസുകളാണ് എന്നുള്ള. അപ്പോൾ അത് ആ മീഡിയയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അതിനെ ഈ പറഞ്ഞ രൂപത്തിൽ ലിറ്റററി ക്രിറ്റിസത്തിൻ്റെ ഒരു ഔന്നത്യത്തിലേക്ക് ഉയർത്താൻ പറ്റുന്ന രീതിയിലുള്ള അക്കാഡമിക് ബാക്കപ്പ് അത് എഴുതുന്ന ആളുകൾക്കില്ല.
പലർക്കുമില്ല, ഉള്ളവരും ഉണ്ട്. അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെയും പറഞ്ഞതാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. അതിന് അക്കാഡമിക് ഇൻസൈറ്റുള്ള ആളുകൾ ഈ മീഡിയയിൽ ഇടപെടുക എന്നുള്ളതാണ് ഒരു വഴിയായിട്ട് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായും ഈ മീഡിയയിൽ അക്കാഡമിക് ഇൻസൈറ്റുള്ള ആളുകളുടെ വ്യാപനം ബോധപൂർവം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളൊരു സാധനം. രണ്ടാമത്തത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവും, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ലിറ്ററേച്ചറിന് വേണ്ടിയുള്ള, അതിന് പ്രോത്സാഹിപ്പിക്കുക, ഉണ്ടാക്കുക. അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കായിട്ട് സോഷ്യൽ മീഡിയയെ മാറ്റുക. വാട്സപ്പ് ഗ്രൂപ്പുകളും അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാ പേജുകളുമൊക്കെ നമ്മുടെ ഇത്തരത്തിലുള്ള എഡിറ്ററുള്ള, കൃത്യമായ പ്ലാനിംഗ് ഉള്ള, കൃത്യമായ അജണ്ടകളുള്ള, ഔട്ട്ലുക്കുള്ള ഒരു ഡിജിറ്റൽ മീഡിയകൾ ഉണ്ടാവുകയും അതിൽ വരുന്ന ആർട്ടിക്കിളുകളുടെ പ്രൊമോഷൻ്റെയും ഡിസ്കഷൻ്റെയും വേദിയായിട്ട് വലിയ റീച്ചുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും ഈ ഫേസ്ബുക്കുകളുമൊക്കെ മാറുക തുടങ്ങിയതാണ് അതിനുള്ളൊരു പരിഹാരം. അല്ലാതെ ആ മീഡിയയെ ഒറ്റയടിക്ക് തള്ളിപ്പറയുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പരിമിതികൾ, ഈ പരിമിതിയെ പറ്റിയുള്ള സംസാരം ഒരുപക്ഷെ താളിയോലയ്ക്ക് മുമ്പ് ഓറൽ ട്രൈബ് എന്ന് പറയുന്ന നമ്മുടെ ഒരു വചന പാരമ്പര്യത്തിൽ നിന്ന് ലിഖിത പാരമ്പര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എഴുത്ത് ചെകുത്താൻ്റെ കലയാണെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായിട്ടും നമ്മൾ എഴുത്ത് പിശാചിൻ്റെ അക്ഷരങ്ങൾ എന്നാണ് നമ്മൾ അക്ഷരങ്ങളെ ആദ്യം വിശേഷിപ്പിച്ചത്. പിന്നെ അത് സാർവത്രികമായി. അപ്പോൾ അത് താളിയോലയിൽ മാത്രം എഴുതേണ്ട സാധനമായി. താളിയോലയിൽ നിന്ന് ജാതകങ്ങൾ പേപ്പറും ഇതും കണ്ടുപിടിച്ചിട്ടും ജാതകമൊക്കെ ഫോട്ടോസ്റ്റാറ്റ് ആകാൻ വേണ്ടി ഒരുപാട് കാലം വന്നിട്ടുണ്ട്. ജാതകങ്ങൾ താളിയോലയിൽ തന്നെ എഴുതണം എന്നുള്ളൊരു രീതിയിലാണ് അക്ഷരം കണ്ടുപിടിച്ച് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വ്യാപകമായതിന് ശേഷവും നമ്മളൊക്കെ വെച്ച് പുലർത്തിയിരുന്നൊരു ധാരണ പലരും. അത് തകർന്നു. ഇപ്പോൾ പ്രിൻ്റായിട്ട് വരാൻ തുടങ്ങി. ഇനി പ്രിൻ്റിൽ നിന്ന് ഡിജിറ്റലിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ചരിത്രത്തിൻ്റെ മറ്റ് ഘട്ടങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരെക്കച്ചക്കയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. വിമർശനമൊക്കെ വരാൻ മാത്രമുള്ള ഒരു ത്രാണി ആ മീഡിയയ്ക്കുണ്ടോ പറയാൻ മാത്രം? ഗൗരവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഈ മീഡിയത്തിന് പറ്റുമോ എന്ന ഒരു ആധി നമ്മളെ ഭരിക്കുന്നു. അപ്പോൾ അതൊക്കെ അസ്ഥാനത്താണ് എന്ന് മറുഭാഗത്ത് നമ്മൾ തന്നെ തെളിയിക്കുന്നുണ്ട്. ഇപ്പോൾ കാട്ടൂർ കടവ് എന്നുള്ള നോവൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ്, ട്രൂ കോപ്പിയിലാണ് അത് ഖണ്ഡശയായിട്ട് പ്രസിദ്ധീകരിച്ചു വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് അത് പുസ്തകമായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതുപോലെ ഒരുപാട് പുതിയ കവികൾ ഈ ഇതിലൂടെ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ കവികൾ വന്നിട്ടുണ്ട്, എഴുത്തുകാർ വന്നിട്ടുണ്ട്. 3AM എന്ന് പറയുന്ന അരുൺ പ്രസാദിൻ്റെ നോവൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് വന്നത്. രാജശ്രീയുടെ നോവൽ അതിലാണ് എഴുതിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കവികളും എഴുത്തുകാരും ഒക്കെ വന്നു. അപ്പോൾ വിജയിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ മലയാളത്തിൽ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് ഉണ്ട്. പക്ഷേ ആ വിജയം ആഘോഷിക്കാൻ നമ്മൾ എന്തുകൊണ്ടോ തയ്യാറാവും. നമ്മളിപ്പോഴും ആ മീഡിയയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്, മീഡിയ ഒക്കെ നല്ലതാണ്, ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഈ എക്കാച്ചക്കയുടെ ഈ പ്രിൻ്റ് ഹാങ് ഓവറിൻ്റെ പ്രശ്നമാണ്. നമ്മളിൽ നിന്ന് അത് പോയിട്ടില്ലെങ്കിൽ അത് നമ്മളെയും കൊണ്ട് പോകുമെന്നല്ലാതെ മറ്റൊന്നും ഇല്ല. പുതിയ കേസുകൾ എടുക്കുന്ന വക്കീലന്മാർ വേണം എന്ന് കാവ്യഭാഷയിൽ സുരേഷ് പറയണ്ടായി. അതിനർത്ഥം അതായത് ഈ പറഞ്ഞ സമയത്ത് കൂടി സോഷ്യൽ മീഡിയകളിൽ ധാരാളം പോസ്റ്റ് ഉണ്ടാവും. അത് ചെറിയ ഹൈക്കു കവിതകളാവാം, പലതരം കുറിപ്പുകളാവാം, പലതരത്തിലുള്ള എഴുത്തുകളാവാം. അപ്പോൾ അത് ഉൾപ്പെടെയാണ് മലയാള സാഹിത്യം എന്ന് പറയാം, അല്ലെങ്കിൽ അത് ഉൾപ്പെടെയാണ് ലോക സാഹിത്യം എന്ന് പറയാം. അപ്പോൾ ഏറ്റവും പുതിയ എഴുത്തുകളെ കൂടി ഗൗരവമായി എടുക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്ന അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് കൂടിയുള്ള ആളുകളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണം എന്നാണ് സുരേഷ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ പല വശങ്ങൾ ചർച്ച ചെയ്തു. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇത്തരം ചർച്ചകൾ പുതിയ തലമുറയുടെ എല്ലാ ചർച്ചകളിലും പല തലമുറകളിലെ പ്രതിനിധികളുണ്ടെങ്കിൽ പലതരം കാഴ്ചകൾ സാധ്യമാവും എന്നുള്ള സത്യമാണ്. അപ്പം അതിൽ ഞങ്ങളൊക്കെയും ഈ ഡിജിറ്റൽ മൈഗ്രൻസ് ആണ്, അതായത് ഡിജിറ്റൽ ടെക്നോളജിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആളുകളാണ്. ഡിജിറ്റൽ സിറ്റിസൺസായ നെറ്റിസൺസായ ആളുകളുടെ സാന്നിധ്യം കൂടി ഉണ്ടെങ്കിൽ ഇത്തരം എല്ലാ ചർച്ചകളും, അത് ഈ നവമാധ്യമ ചർച്ചകൾ മാത്രമല്ല, എല്ലാ ചർച്ചകളും കുറച്ചുകൂടി മറ്റൊരു കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യപരവും വിശാലവുമായി തീരും എന്നുള്ള സംശയമൊന്നുമില്ല. അപ്പോൾ ഇവിടെ മിണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ ഈ വേദിയിൽ വന്ന് സംസാരിക്കാത്ത
ഒരുപാട് പറയാനുള്ള ധാരാളം പുതിയ തലമുറ അവിടെ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്തരം ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ചർച്ചകളിലും അത്തരം ആളുകളുടെ കൂടി സാന്നിധ്യം ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ലോകത്ത് സാഹിത്യ വിമർശനം, പ്രത്യേകിച്ച് യൂറോപ്യൻ ഭാഷകൾ, ഇംഗ്ലീഷിലൊക്കെ സാഹിത്യ വിമർശനം കുറച്ചുകൂടി ഗൗരവമായിട്ട് ഓൺലൈനിൽ നടക്കുന്നുണ്ട്. മലയാളത്തിൽ അത്തരം നിരൂപണങ്ങൾ, ഗൗരവപ്പെട്ട നിരൂപണങ്ങൾ താരതമ്യേന കുറവാണ്. എന്നാൽ ഓൺലൈനിൽ ധാരാളമായി മികച്ച എഴുത്തുകൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ രാജശ്രീ എന്നൊരു നോവലിസ്റ്റിനെ നമ്മൾ പരിചയപ്പെടുന്നത് ഫേസ്ബുക്കിലെ കുറിപ്പുകൾ വെച്ചിട്ടാണ്. അപ്പം അങ്ങനെ ധാരാളം പേർ, നിരവധി ആളുകൾ അത്തരത്തിൽ ഓൺലൈനിൽ എഴുതി പ്രസിദ്ധരായ ധാരാളം ആളുകളുണ്ട്. മലയാളത്തിലെ സർഗാത്മക രചന ഓൺലൈനിലും ഓഫ്ലൈനിലൊക്കെ വളരെ മികച്ച രീതിയിൽ മുന്നേറുന്നുണ്ട്. എന്നാൽ നിരൂപണത്തിൻ്റെ കാര്യത്തിൽ ഓൺലൈനിലെ നിരൂപണത്തിന് പരിമിതികളുണ്ട്. അതേസമയം അതിന് വലിയ ജനാധിപത്യ സാധ്യതയും വൈവിധ്യവുമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ നമ്മുടെ അച്ചടി മാധ്യമങ്ങളിലെ നിരൂപണമായാലും ഏറ്റവും പുതിയ തലമുറയെ വേണ്ടത്ര പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കുറവ് തന്നെയാണ്. സുരേഷ് പറഞ്ഞ ഉദാഹരണം നല്ലൊരു ഉദാഹരണമാണ്. അതായത് പഴയ കേസുകൾ തന്നെയാണ് നമ്മൾ കൂടുതൽ വാദിക്കുന്നത്. പുതിയ കേസുകൾ വാദിക്കുന്ന വക്കീലന്മാരായി നിരൂപകർ മാറണം. നമ്മൾ പുതിയ കേസുകൾ ഏറ്റെടുക്കണം. ഒപ്പം തന്നെ ഇത്തരം എല്ലാ ചർച്ചകളിലും പുതിയ തലമുറയുടെ സാന്നിധ്യം, നവമാധ്യമ ചർച്ചകൾ മാത്രമല്ല എല്ലാ ചർച്ചകളിലും പുതിയ തലമുറയുടെ സാന്നിധ്യം ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. എന്നാലും ഓൺലൈനിലും ഓഫ്ലൈനിലുമൊക്കെയായി മലയാള സാഹിത്യ നിരൂപണം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് വളരെ നമ്മൾ പരമ്പരാഗതമായ നിരൂപണ സങ്കല്പങ്ങളെ മാറ്റിവെച്ചാൽ ലൈക്കുകളും കമൻറ്റുകളും ഷെയറുകളും അഭിപ്രായങ്ങളും ആൾക്കൂട്ട ആക്രമണങ്ങളും നല്ലതും ചീത്തയുമായ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും എല്ലാം തന്നെ എഴുത്തിനെയും വായനയെയും ഒക്കെ ഏതൊക്കെയോ രീതിയിൽ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പൂർണ്ണമായ അർത്ഥത്തിൽ നിരൂപണങ്ങളാണോ എന്നതിനേക്കാൾ കൂടുതൽ അത് എഴുത്തിനെയും വായനയെയും ശക്തിപ്പെടുത്തുന്നുണ്ട്. എഴുത്തുകാർക്കും വായനക്കാർക്കും ഇടയിലുള്ള ഒരു ഇൻട്രാക്റ്റീവ് പ്ലാറ്റ്ഫോമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയും ഈ വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ പോലെ ഈ വായനയെ പരിമിതപ്പെടുത്തുന്ന ഓൺലൈൻ ഇടങ്ങൾ വായനയെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ, എഴുത്തുകാരും വായനക്കാരുമായുള്ള സംവാദങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനൊക്കെ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇനിയും അതിൻ്റെ സാധ്യതകൾ വർദ്ധിച്ചു വരികയുള്ളൂ. ഇനിയും അത്തരത്തിലുള്ള അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളൊക്കെ തന്നെ ഇതിലേക്ക് സോഷ്യൽ മീഡിയയിലേക്കും അതുപോലെ നവമാധ്യമങ്ങളിലേക്കൊക്കെ വരും എന്നുള്ള മാത്രമല്ല, നവമാധ്യമങ്ങളിലെ എഴുത്തുകൾ ആ രീതിയിൽ കൂടുതൽ ശക്തമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സർഗാത്മക സാഹിത്യം പോലെ തന്നെ സജീവമായ ഒരു വിമർശന മേഖല നവമാധ്യമ രംഗത്തുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ധാരാളം അടയാളങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ അത്രയ്ക്ക് ഉണ്ടായിട്ടില്ലെങ്കിലും അതിലേക്ക് തന്നെയാണ് നമ്മുടെ ഭാവി നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു.